ഹരിബോൾ പ്രഭു. ഓക്കെ. അപ്പോ ജന്തുക്കൾക്ക്, മൃഗങ്ങൾക്ക് റെഗുലേഷന്റെ ആവശ്യമില്ല. കാരണം എന്താ? അവർക്ക് റെഗുലേഷൻ ആവാൻ പറ്റുമോ? എന്താ കാരണം? ചിന്തിക്കാനുള്ള കഴിവില്ല. അവരുടെ കോൺഷ്യസ്നെസ് നമ്മളെ പോലെ അല്ല. അവർക്ക് ഫ്രീ വിൽ ഇല്ല, നമുക്ക് ഫ്രീ വിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് റെഗുലേഷൻ ആവശ്യം. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ചെറിയൊരു തോതിലുള്ള ഒരു സ്വാതന്ത്ര്യം ഭഗവാൻ തന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മളൊരു ഭഗവാൻ ഒരു പപ്പറ്റോ അല്ലെങ്കിൽ റോബോട്ട് പോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല. നേരെ മറിച്ച് മറ്റുള്ള ജീവജാലങ്ങളെ ഒരു ആസ് ഗുഡ് ആസ് റോബോട്ട്. അവരെ എപ്പോ ഉറങ്ങണം, എപ്പോ എന്ത് ചെയ്യണം, എല്ലാം ഒരു സെറ്റ് പാത്തിലൂടെ പോകുള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യവർഗത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മളും ആ ജന്തുക്കളെ പോലെ ജീവിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ദ്വിപാദ പശു നമ്മൾ അറിയപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ ആ കോൺഷ്യസ്നെസ്സും ഫ്രീ വില്ലും നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളും പശുക്കൾക്ക് തുല്യം. ആ ശ്ലോകം ഉണ്ടല്ലോ, എന്താണ് ശ്ലോകം? ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭി നരാനാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാനം. അറിയില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം ഞാൻ പറഞ്ഞിട്ടല്ലോ, എന്നാ എഴുതിക്കോളൂ. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ശ്ലോകമാണത്. ഇത് എത്ര കാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട് ബ്രോജി, പക്ഷെ നമ്മളത് പഠിച്ചില്ല, കേട്ടു. എന്നാ എഴുതി വെച്ചോളൂ. ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യം ഏതത് പശുഭി നരാനാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ. എന്താ പ്രഭു? ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ. അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാനാം. ഓക്കെ. ആഹാര നിദ്ര ഭയമൈഥുനം ച പിന്നെന്താ? സാമാന്യം ഏതത് പശുഭി നരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭി സമാനാം. എന്താ? ആഹാര നിദ്ര ഭയ മൈഥുനം, അതായത് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മെയ്റ്റിംഗ്, ഡിഫെൻഡിങ്. ഇത് നാലും എല്ലാവർക്കും, മനുഷ്യർക്കും പശുക്കൾക്കും ജന്തുക്കൾക്കും സമാനമായിട്ടുള്ളതാണ്, സിമിലാരിറ്റിയാണ്. ഇത് കോമൺ ആയിട്ടുള്ളതാണ്. അതായത് മൃഗങ്ങളും ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മെയ്റ്റിംഗ്, ഡിഫെൻഡിങ് ചെയ്യുന്നുണ്ട് അല്ലേ? അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ ഉറങ്ങുന്നുണ്ട്, അവർ കുട്ടികൾ പ്രൊഡ്യൂസിങ് ചിൽഡ്രൻ. ഓക്കെ. ഡിഫെൻഡിങ്, അവർക്കും ഭയമുണ്ട്, അവരും ഡിഫെൻഡ് ചെയ്യുന്നു. നമ്മളും അതേപോലെ ചെയ്യുന്നു. ഓക്കെ. പക്ഷെ അവര് ഉറങ്ങുന്നു, നമ്മൾ ഉറങ്ങുന്നു. ആക്ടിവിറ്റി, നമ്മൾ നല്ലൊരു സോഫ കമ്പേറ്റിൽ നല്ലൊരു ഫ്ലാറ്റിൽ കിടന്നുറങ്ങുന്നു, അവർ സ്ട്രീറ്റിൽ കിടന്നുറങ്ങുന്നു. ആക്ടിവിറ്റി റിമൈൻ സെയിം. ഉറക്കം തന്നെ. ഉറങ്ങിക്കഴിഞ്ഞാൽ പട്ടി ഞാനും ഒക്കെ ഒന്ന് തന്നെ, വ്യത്യാസമൊന്നുമില്ല. ആർക്കും ഒരു ബോധമില്ല അല്ലേ? ഒരു വ്യത്യാസമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പട്ടിക്കും അറിയില്ല എന്താണെന്ന്, എനിക്കും അറിയില്ല എന്താണ്. അപ്പോൾ ആക്ടിവിറ്റി റിമൈൻസ് ദ സെയിം. ഓക്കെ. ഈറ്റിംഗ്, അതും കഴിക്കുന്നു, മൃഗങ്ങളും കഴിക്കുന്നു, നമ്മളും കഴിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് റോഡിൽ കിടക്കുന്ന അതെന്തും ഭക്ഷിക്കുന്നു. നമ്മുടെ വീട്ടിൽ സാധനം കൊടുന്നിട്ട് അതൊക്കെ നന്നാക്കി കഴുകി അത് വേവിച്ച് നമ്മൾ കഴിക്കുന്നു. സ്വാദോടുകൂടി രുചി. അവർക്കും സ്വാദുണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം. ഇപ്പൊ ഒരു പന്നി കഴിക്കുന്നത് എന്താണ്? സ്റ്റൂൾ ഓഫ് എസ്പെഷ്യലി ഹ്യൂമൻ ബീയിങ്സ്. അതിനും അത് ടേസ്റ്റ് ആണ്, സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് അത് അവരെ സംബന്ധിച്ചോളം അല്ലേ? അപ്പോ ഈറ്റിംഗ് ഈസ് കോമൺ ഫോർ ഓൾ. നമ്മളൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫ് ജീവിക്കുന്നു, അതങ്ങനെ ഇല്ല.
നമ്മൾ ഫസ്റ്റ് ക്ലാസ് 3 bedroom 4 bedroom 2 bedroom ഓർ പാലഷ്യൽ ഹൗസ് അവർ ജീവിക്കുന്നു. എല്ലാം കോമൺ ആണ്. ഓക്കെ, പ്രൊഡ്യൂസിങ് ചിൽഡ്രൻ നമ്മളെക്കാളും ബെറ്റർ ആണ് അവർ. കാണിച്ചാൽ ഒറ്റയടിക്ക് 10, 12, 15 കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നു ഇല്ലേ? അപ്പോ അങ്ങനെ നോക്കുമ്പോ അവരാണ് ബെറ്റർ. ഓക്കെ, സോ ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ്. ഈ ഡിഫെൻഡിങ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മള് പക്ഷികളൊക്കെ കണ്ടിട്ടുണ്ടോ? പക്ഷികളുടെ ഒക്കെ കണ്ണൊക്കെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? എപ്പോഴും അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും, വളരെ റൗണ്ട് ആയിട്ട് അല്ലെ? റൗണ്ട് ആണ് അവരുടെ കണ്ണ്. അങ്ങോട്ട് എന്താണ് കാരണം? പേടി. ഓക്കെ, എല്ലാരും ആരെങ്കിലും എന്നെ വന്ന് ആക്രമിക്കുന്നുണ്ടോ, എന്റെ ഭക്ഷണം എടുക്കുന്നുണ്ടോ, എന്നെ എന്താ പറയാ ശല്യപ്പെടുത്താൻ വരുന്നുണ്ടോ, ഇത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആ പേടി കാരണം അതാണ്. അതുകൊണ്ട് ഡിഫെൻഡിങ്. അപ്പൊ എല്ലാ സമയത്തും അവർ വളരെ വിജിലന്റ് ആയിരിക്കും, ജാഗ്രതയോടെ കൂടി ഇരിക്കും. ആരെങ്കിലും എന്നെ വന്ന് ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉടനെ ആ സ്ഥലം വിടും, പറന്നു പോകും. അപ്പൊ ഓരോ ജന്തുക്കൾക്കും അവനവന്റെ ദേഹത്തിനെ, അവനവന്റെ ജീവിതത്തിനെ വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അവര് ശ്രദ്ധിക്കും, വല്ലവരും എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടോ, അപ്പൊ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യും. നമ്മളും ഡിഫെൻഡ് ചെയ്യും. നമ്മളെങ്ങനെ ഡിഫെൻഡ് ചെയ്യും? നമുക്ക് ഒരുപാട് അമ്യൂണിഷൻസ് ഉണ്ട്, തോക്കുണ്ട്, വടിയുണ്ട്, വാളുണ്ട്, അങ്ങനത്തെ പല പല കാര്യങ്ങളും, അങ്ങനെ ഹൈഫൈ കാര്യങ്ങൾ, സ്കഡ് മിസൈൽസ് ഉണ്ട്, റോക്കറ്റ് ഉണ്ട്, പറഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് നമ്മളും ഡിഫെൻഡ് ചെയ്യുന്നു. അവരവരുടെ നഖം കൊണ്ടും പല്ലുകൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും അവരവരെ ഡിഫെൻഡ് ചെയ്യുന്നു. സോ ആക്ടിവിറ്റി റിമെയിൻസ് സെയിം. അപ്പൊ നമ്മളും ആ തലത്തിൽ ജീവിക്കുകയാണെങ്കിൽ എന്താണ് നമ്മളും ജന്തുക്കളായിട്ടുള്ള വ്യത്യാസം അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് സാമാന്യമേതത് പശുബി നരാണം. അതായത് പശു, ജന്തുക്കളും നരന്മാർ, അതായത് മനുഷ്യരും സെയിം ആണ്. ഈ 4 ആക്ടിവിറ്റിയിലും കോമണാലിറ്റീസ് ആണ്, സിമിലാരിറ്റീസ് ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ആക്ടിവിറ്റി റിമെയിൻ സെയിം. അവര് സ്ട്രീറ്റിൽ കിടന്നുറങ്ങണം, നമ്മൾ ഡൺലപ്പ് ബെഡിൽ കിടന്നുറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞില്ല എല്ലാം വന്ന് തന്നെ. ഓക്കെ, അവരും കഴിക്കുന്നു സർവൈവലിന് വേണ്ടിയിട്ട്, നമ്മളും കഴിക്കുന്നു സർവൈവലിന് വേണ്ടിയിട്ട്. അവർ കഴിക്കുന്ന ഭക്ഷണം അവർക്കും രുചികരമാണ്, നമ്മൾ കഴിക്കുന്നത് നമുക്കും രുചികരമാണ് അല്ലേ? ആൻഡ് മേറ്റിംഗ്, പ്രൊഡ്യൂസിങ് ചിൽഡ്രൻ, ദേ ആർ ആൾസോ ഡൂയിങ്, വി ആർ ആൾസോ ഡൂയിങ്. ആൻഡ് ഡിഫെൻഡിങ്, അവരും ഡിഫെൻഡ് ചെയ്യുന്നു. കാണിച്ചാൽ ഭയം. എന്തുകൊണ്ടാണ് ഈ ഡിഫെൻഡിങ് എന്തുകൊണ്ടാണ് വരുന്നത്? ഭയം അല്ലെ? അത് ബേസിക്കലി ഭയമാണ്, ഫിയർ. അത് എന്റെ കോട്ട വേറെ വല്ലവരും തട്ടിയെടുക്കുവോ, എന്നെ വല്ലവരും ഉപദ്രവിക്കുവോ, ഇതുണ്ടോ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ്. എല്ലാവരും ഡിഫെൻഡ് ചെയ്യാൻ ഇൻ ദെയർ ഓൺ വേ ദേ ആർ ഡിഫെൻഡിങ്. നമ്മളും ഡിഫെൻഡ് ചെയ്യുന്നു, മറ്റുള്ളവരും ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോ എന്തുകൊണ്ടാണ് നമ്മള് അവരിൽ നിന്നും വ്യത്യാസം? എന്താണ് ആ വ്യത്യാസം? ധർമ്മോഹി തേശാം അധികോ വിശേഷോ എന്നാണ്. ധർമ്മോഹി, എന്താ ഈ ധർമ്മ? ധർമ്മ എന്ന് പറഞ്ഞാൽ the prescribed duties. Yes, prescribed duties. Then what else? Rules and regulations. Okay, rules and regulations. Yes, then നമ്മള് ഒരു സ്റ്റേറ്റിൽ ജീവിക്കുമ്പോ ഓക്കെ സർട്ടൻ സിവിൽ കോഡ്സ് ഉണ്ടായിരിക്കും അല്ലേ? വി ആർ സപ്പോസ് ടു ഫോളോ ദാറ്റ്. അപ്പൊ ഒരു മനുഷ്യൻ എന്താണ്, എന്ത് കോഡാണുള്ളത്? Discipline code. അത് സ്റ്റേറ്റില് മെറ്റീരിയലി സ്പീക്കിംഗ് സിവിലിയൻ കോഡ്സ്, സിവിൽ കോഡ്സ്. നമുക്ക് സ്പിരിച്വൽ കോഡ്സ്. ഓക്കെ, ഒരു മനുഷ്യൻ മനുഷ്യാവുന്നത് എപ്പോഴാണ്? അതായത് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോ, നമ്മൾ ധർമ്മം പാലിക്കുമ്പോ സ്പിരിച്വൽ കോഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഉപകരണം വാങ്ങിക്കുമ്പോൾ, ഒരു ലാപ്ടോപ്പോ ഒരു മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലക്സ്, ഫോർ എക്സാമ്പിൾ രവി പ്രഭു ഹോസ്പിറ്റലാണ്, വളരെ വളരെ കോംപ്ലക്സ് മെഷീനറീസ് ആണ്. അത് മേടിക്കുന്ന സമയത്ത് കൂടെ ഒരു മാനുവൽ വരും, യൂസർ മാനുവൽ അല്ലേ? അപ്പോൾ സാധാരണ ആ യൂസർ മാനുവൽ വായിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ വേറെ വല്ലവരും പഠിപ്പിച്ചു തന്ന് അത് നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലാണ്ട് അത് ഉപയോഗിക്കുക, രവി പ്രഭു അത് അല്ലാണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ദുരന്തം? ജോലി പോകും 2 ദിവസം കൊണ്ട്. 2 ദിവസം ജോലി പോന്ന് പോട്ടെ, ജോലി നമുക്ക് വേറെ എടുക്കാം. ജോലി നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷെ അതല്ല,
മറ്റുള്ളവരുടെ ജീവനും പോവും, എല്ലാം പോവും. ഹോസ്പിറ്റലാ, കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ മാനുവല് തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്പിരിച്വൽ കോഡ്സ്. അതാണ് നമ്മുടെ മാനുവല്, ഭഗവത്ഗീത, ഭാഗവതം, സ്പിരിച്വൽ കോഡ്. അപ്പൊ അതിലെന്ത് പറഞ്ഞിരിക്കുന്നു, അതിന്റെ എന്താണ് ആദർശങ്ങള്, അവിടുത്തെ നിർദ്ദേശങ്ങൾ എന്താണ്, അത് പ്രകാരം നമ്മൾ ജീവിച്ചാലും നമ്മൾ മനുഷ്യനാവുന്നുള്ളൂ. സോ ധർമ്മോഹി തേശാം അധികോ വിശേഷം. അതാണ് നമുക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. അവർക്ക് ധർമ്മമില്ല. അവരോ ഓക്കെ ഇപ്പൊ പറയാണ്, നാളെ എല്ലാ പശുക്കളും ഒരു മീറ്റിംഗ് കൂടിയിട്ട് നമുക്ക് നാളെ മുതൽക്ക് ഭഗവത്ഗീത വായിക്കണം കേട്ടോ, പറയോ? അല്ലെങ്കിൽ എല്ലാ സിംഹവും നരി എല്ലാം കൂടിയിട്ട് നമുക്ക് ഭാഗവതം ചർച്ച ചെയ്യാട്ടോ നാളെ, ചെയ്യവര്? അവർക്ക് അതിനാവശ്യമില്ല. നമുക്ക് ഈ വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത്, ഹയർ കോൺഷ്യസ്നെസ് തന്നിരിക്കുന്നത്, ഈ റിലീജിയസ് കോഡ്സ്, സ്പിരിച്വൽ കോഡ്സ്, അതനുസരിച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സാക്ട്ലി നമ്മളൊരു സിവിലിയൻ ആയിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ, ഈ സ്റ്റേറ്റിൽ ജീവിക്കുമ്പോൾ ഈ സിവിൽ ലോ, സിവിൽ കോഡ്സ് ഫോളോ ചെയ്യുന്നില്ലേ, അതേപോലെ നമ്മുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ആധ്യാത്മിക നിയമങ്ങൾ പാലിക്കണം, നിർദ്ദേശങ്ങൾ പാലിക്കണം. അത് ഏതിലാണ് തന്നിരിക്കുന്നത്? ഈ മാനുവലിലാണ്. Just like when we get a device, we get a manual along with that. So when we were put in this universe, we have got a manual called Vedas. It's a handbook for us. So that we follow the Vedas, we practically apply the instructions of the Vedas in our day-to-day life and live a regulated in his habits, eating, sleeping, recreation. ഇതെല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളിപ്പോ മോഡ് ഓഫ് ഇഗ്നോറൻസിൽ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയും ഒരു പശുവായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല, അല്ലേ? എന്തായാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈറ്റിംഗ്, നമ്മളിപ്പോ ഇത് പറയുന്ന ശ്ലോകത്തിൽ പറയുന്ന ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്? മോഡ് ഓഫ് ഗുഡ്നെസ്സിലായിരിക്കണം മിനിമം. ഓക്കെ, എന്തുകൊണ്ട് മോഡ് ഓഫ് ഇഗ്നോറൻസോ മോഡ് ഓഫ് പാഷനോ പാടില്ല? നമ്മുടെ കോൺഷ്യസ് ലെവലും അതുപോലെ ഇഗ്നറൻസും മൃഗങ്ങളുടെ ആ ലെവലിൽ പോകും. അപ്പൊ എന്താണ് അപ്പൊ മോഡ് ഓഫ് ഇഗ്നോറൻസിലുള്ള ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്താണ്? മാംസം. പിന്നെ കൂടുതൽ എരിവുള്ളത്, പിന്നെ മാംസം, പിന്നെ എന്തൊക്കെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം yes, rotten food, untimely eating, uncooked food, ഇതെല്ലാം തമോ ഗുണത്തിലാണ്. ഇപ്പൊ ആൾക്കാർ പറയും ഇത് കഴിച്ചാൽ എന്താ പ്രശ്നം? മറ്റുള്ള മൃഗങ്ങളെ നമുക്ക് വേണ്ടിയല്ല ഉണ്ടായിരിക്കുന്നത്, പറയില്ലേ? ആൾക്കാർ പറയില്ലേ? പറയുന്നുണ്ട്, ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവൻ മറ്റു ജീവന് ഭക്ഷണ പദാർത്ഥമാണ് ആണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പശുക്കളെ ഭക്ഷിച്ചുകൂടാ, മൃഗങ്ങളെ ഭക്ഷിച്ചുകൂടാ? എങ്ങനെ അതിനെ റെഫ്യൂട്ട് ചെയ്യും? ശാസ്ത്രത്തിന്റെ ആധാരത്തില് പറയുമ്പോ ശാസ്ത്രത്തിൽ പറയേണ്ട ജീവോ ജീവസ്യ ജീവൻ, ഒരു ജീവൻ മറ്റു ജീവനെ ആസ്പദമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, അപ്പൊ അവരുടെ ആ വേർഷൻ നോക്കുമ്പോ ശരിയാണ്. അതായത് ആ വേർഷൻ നോക്കുമ്പോ അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കൊന്നിട്ട് ഭക്ഷിക്കുന്നു. അപ്പൊ എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ ആ സിദ്ധാന്തത്തെ നമ്മൾ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റും? മറ്റൊരാളുടെ ജീവനെ അപഹരിക്കാനുള്ള റൈറ്റ് നമുക്കില്ല പ്രഭുജി. ഒരു ജീവനെയും കൊല്ലാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. പക്ഷെ മൃഗങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഒരു സിംഹം ഒരു മാനിനെ ജീവിക്കുന്നു. അതെ, അത് ഫുഡ് ചെയിൻ ആണ്. അതിന്റെ ബോഡി അതിന് സൂട്ടബിൾ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പത്രം പുഷ്പം ഫലഭൂയം യോമേ, അത് മാത്രമേ നമുക്ക് വിധിച്ചിട്ടുള്ള ഭക്ഷണ ക്രമം എന്ന്
ഭഗവാൻ കൊടുക്കുക. പ്രഭുജി, രവി പ്രഭു, കുറച്ചും കൂടി ഒരു കൺവിക്ഷൻ വരുന്ന ആൻസർ. ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ തട്ടിക്കളയും ആൾക്കാര്. ഓക്കെ, വേറെ മാതാജി, പ്രഭുസ് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ടോ? ദീപ്തിമതി മാതാജി, സുജയ പ്രഭു, രൂപേശ്വരി മാതാജി, എനിത്തിങ് യു വാണ്ട് ടു കോൺട്രിബ്യൂട്ട്? ഹൗ ക്യാൻ വി റെഫ്യൂട്ട് ദിസ് ആർഗ്യുമെന്റ്? ജീവോ ജീവസ്യ ജീവനം എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവി വേറൊരു ജീവി ആസ്പദമായി ജീവിക്കുന്നു. അതേപോലെ നമ്മളൊരു ജീവി, മൃഗങ്ങളൊരു ജീവി. അപ്പൊ ഈ മനുഷ്യനായിട്ടുള്ള ജീവി മൃഗങ്ങളായിട്ടുള്ള ജീവികളെ ആസ്പദമായി ജീവിക്കുന്നു. അപ്പൊ എന്താണ് ഒരു മനുഷ്യൻ ഒരു മൃഗത്തെ ഭക്ഷിച്ച് ജീവിച്ചാൽ എന്താണ് ഒരു അപരാധം? മൃഗങ്ങളും അതേപോലെ ജീവിക്കുന്നില്ലേ? അപ്പൊ ആ സിദ്ധാന്തത്തെ എങ്ങനെ നമ്മൾ റിഫ്യൂട്ട് ചെയ്യും എന്നാണ് ചോദ്യം. ദീപ്തിമതി മാതാജി, എനിത്തിങ് ടു കോൺട്രിബ്യൂട്ട്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, നമ്മൾ മൃഗങ്ങളെക്കാട്ടിലും ഹയർ കോൺഷ്യസ് ഉള്ള ആണ്. അപ്പൊ നമുക്ക് പിന്നെ ഒരു അറിവുണ്ട്, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ എന്താണ് പറയണ്ടേ അംശങ്ങളാണെന്നുള്ളത്. ഞാൻ ഒരു പ്രഭുജിയുടെ ക്ലാസ്സിൽ, അക്രൂര പ്രഭുജിയുടെ ക്ലാസ്സിൽ കേട്ടതാണ്. ഒരു കുട്ടി ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് മീറ്റ് ഈറ്റിംഗും പാടില്ല എന്നുള്ളത്. എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് അത് കഴിക്കണം, അപ്പൊ എന്തുകൊണ്ട് അത് പാടില്ല എന്നാണ് പറയുന്നതെന്നുള്ളത്. അപ്പൊ പ്രഭുജി ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ വീട്ടിലെ 2 കുട്ടികളാണ്, അതായത് ആ കുട്ടിക്ക് വേറൊരു സിബ്ലിംഗ് കൂടെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. അപ്പൊ will you eat that other child, your sibling? Will you eat the other sibling? അപ്പൊ ആ കുട്ടി പറഞ്ഞു, never. She is my sister. I will never eat her. അപ്പൊ പ്രഭുജി പറഞ്ഞത്, similarly all of us are children of the Supreme. Then how can we eat each other? അപ്പൊ നമുക്ക് അതൊരു അറിവ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും മറ്റ് ജീവനെ അപഹരിക്കാൻ നോക്കില്ല. Okay, good point. Vijay Gaurachandra Prabhu, anything to contribute? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഏറെക്കുറെ ദീപ്തിമതി മാതാജി പറഞ്ഞത് തന്നെയാണ്. അതിൽ കൂടെ ഒരു പോയിന്റും കൂടി, അതായത് ഓരോരുത്തർക്കും ഓരോ കോട്ട ഉണ്ട് പ്രഭു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എലിഫൻറ്റിനാണെങ്കിൽ അതിന് വെജിറ്റേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സും ലീവ്സും അങ്ങനെ കഴിക്കാം. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ലയൺ ആണ്, ടൈഗർ ആണെങ്കിൽ അവർക്ക് മീറ്റ് ഈറ്റിംഗ് ചെയ്യാം. കാരണം അവർക്ക് ആ ഡിസൈർ ഉള്ള കാരണം കൊണ്ടാണ് അവർക്ക് അതുപോലുള്ള ഒരു ശരീരം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ കോൺഷ്യസ്നെസ്സിൽ ഹയർ ലിവിങ്, ഹയർ ഒരു ഇതിലാണ്, പ്ലാറ്റ്ഫോമിലാണ് ഹ്യൂമൻ ബീങ്സ് ഉള്ളത്. അവർക്കുള്ള കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ്, അതായത് മിൽക്ക്, ഗ്രെയിൻസ്, പ്ലാന്റ്സ്, അങ്ങനെയൊക്കെയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതൊക്കെയാണ്. ഈശാവാസ്യമിതം സർവം ഇതിവിടെ പറയാം. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വേഴ്സാണ്. ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ചിയാം ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സ്വിദ്ദനം. ഓക്കെ, എന്താണത് പറയുന്നത്? ഈശാവാസ്യം അറിയില്ലേ? ഈ ശ്ലോകം അറിയില്ലേ? മീനിങ് അറിയാം. എല്ലാറ്റിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അല്ല, അങ്ങനെയല്ല. ഇത് നമ്മുടെ ഈശോപനിഷത്തിലുള്ള ഫസ്റ്റ് വേഴ്സ് ആണ്. ഓക്കെ, ഈശാവാസ്യം ഇദം സർവം. ഓക്കെ, യെസ്, റൈറ്റ്, യു സെഡ് റൈറ്റ്. എല്ലാതും ഈശ്വരന്റെ അധീനത്തിലാണ്. എല്ലാറ്റിലും ഈശ്വരനുണ്ട്. ഓക്കെ, ഇദം സർവം, ഈ കാണുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരൻ്റെതാണ്, ഈശ്വരന്റെ കൺട്രോളിലാണ്. ഈശ്വരനാണ് എൻ്റെ പ്രൊപ്പറേറ്റർ, കൺട്രോളർ, എൻജോയർ. ഓക്കെ, ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ച ജഗത്യം ജഗത്, ഈ ജഗത്തിൽ കാണുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓരോരുത്തരും ഭുജിക്കുന്നത് അതൊരു പെർട്ടിക്കുലർ കോട്ടയാണ്. ഓരോരുത്തർക്കും ഓരോ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ആ കോട്ടയിൽ അപ്പുറം ഒരാളും മറികടന്നിട്ട് അത് ഭുജിക്കാൻ പാടില്ല.
ഓക്കെ, ജസ്റ്റ് ലൈക്ക് സുജയ് പ്രഭു പറഞ്ഞ പോലെ ഒരു ആനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ എന്താണ് കോട്ട? പട്ട, ഇതൊക്കെ അല്ലേ. അത് മാറിയിട്ട് അത് വേറൊരു അന്യമൃഗത്തിനെ കൊന്ന് കഴിക്കുന്നില്ലല്ലോ. അതേപോലെ ഒരു സിംഹത്തിന്, ഒരു നരിക്ക്, ഒരു പുലിക്ക് അവർക്ക് ഒരു കോട്ടയുണ്ടായിരുന്നു. മറ്റുള്ള മൃഗങ്ങളെ, മാന, അങ്ങനത്തെ അത് മാറിയിട്ട് പുല്ലോ അല്ലെങ്കിൽ പട്ടി കഴിക്കാൻ പോകുന്നില്ല. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജീവജാലങ്ങൾക്കും ഒരു പെർട്ടിക്കുലർ കോട്ട ലോസ് ഓഫ് നേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും വ്യതിചലിക്കാതെ അവരുടെ കോട്ടയിൽ മാത്രം നിന്ന് അവർ ജീവിക്കുന്നു. അപ്പൊ ഒരു ജീവൻ മറ്റൊരു ജീവനെ ആസ്പദമായിട്ട് തന്നെ ജീവിക്കുന്നു. നമ്മളും അതേപോലെ തന്നെ ജീവിക്കുന്നത്. നമ്മളുടെ കോട്ട എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ്. ഓക്കെ, ആ വെജിറ്റബിളിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നു. നമുക്ക് അതുകൊണ്ട് അതൊന്ന് വ്യതിചലിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ലോവർ കോൺഷ്യസ്നെസ്സിലായിരിക്കും. മൃഗങ്ങളും നമ്മളുമായിട്ട് യാതൊരു അന്തരവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ എസ്പെഷ്യലി നമ്മൾ ഒട്ടും ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് ഹയർ കോൺഷ്യസ്നെസ് ഉണ്ട്. മറ്റുള്ള മൃഗങ്ങളെ അവർ ഒരിക്കലും ചെയ്യില്ല. കാണിച്ചാൽ അവർക്ക് കോൺഷ്യസ്നെസ് ലെസ് ആണ്, അവർക്ക് ഫ്രീഡവും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്തയെ പോവില്ല അവർക്ക്. ഓക്കെ, ഇന്നൊരു ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും ഇന്ന് ഡിഫറൻസ് വേണ്ടി ഇന്ന് ഗോവിന്ദാസ് അല്ല, നമുക്ക് നാളെ ചൈനീസ് ഫുഡ് കഴിക്കാം, മറ്റന്നാൾ ഇറ്റാലിയൻ ഫുഡ് കഴിക്കാം. നമ്മളൊരു ചിന്ത പോവും. പക്ഷെ അവർക്ക് ആ ചിന്ത പോവില്ല. കാരണം അവർ സെറ്റ് പാത്താണ്. ഭഗവാൻ ഈ പ്രകൃതി നിയമപ്രകാരം എന്താണോ എന്ന് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അതിന് എതിരായിട്ട് അവർ ഒരിക്കലും പ്രവർത്തിക്കില്ല. അങ്ങനെയാണ് അവരുടെ ഒരു കൺട്രോള് പ്രകൃതി നിയമിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ കൺട്രോള് കുറച്ച് ശതമാനം നമ്മുടെ കയ്യിലാണ്. കുറച്ച് ശതമാനം, വളരെ കുറച്ച്. ആ കുറച്ച് ശതമാനം ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ? ആരെ നമ്മളോട് ചോദിക്കാനുള്ളത്? ഞാൻ തന്നെയല്ലേ എൻ്റെ സ്വന്തം വാട്ട് യു കോൾ കൺട്രോളർ, ഞാൻ തന്നെയല്ലേ മാസ്റ്റർ. ഇങ്ങനെ പല ചിന്തകളും വരുന്നത് അപ്പോഴാണ്. അപ്പോ നമുക്ക് കഴിക്കാം, മറ്റുള്ള ജീവജാലങ്ങളെ ആസ്പദമായിട്ട് അവരുടെ ആധാരത്തിൽ നമുക്ക് ജീവിക്കാം. പക്ഷെ നമുക്കും റെസ്ട്രിക്ഷൻ തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവതയിലും അങ്ങനെയുള്ള സ്ക്രിപ്റ്റേഴ്സിൽ നമുക്ക് നിബന്ധനകൾ തന്നിട്ടുണ്ട്. അത് പ്രകാരം നമ്മൾ ജീവിക്കണം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അത് മറ്റുള്ള മൃഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അതിന് ആവശ്യമില്ല. ഒരു അടിമയ്ക്ക്, ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു അടിമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മുമ്പത്തെ കാലത്തൊക്കെയാണോ ജയിലിൽ ആളെ ടോട്ടലി സ്ലേവ് ആണ്, അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ 4 എന്താ പറയുക ചുമരിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു സെക്ഷനാണ് മൃഗങ്ങള്. അവർക്ക് ഒരു ഫ്രീഡം ഇല്ല. നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ഫ്രീഡം തന്നിരിക്കുന്നത് നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ലതും ചീത്തയും തിരഞ്ഞെടുത്ത് നല്ലത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. അപ്പൊ അതിനാണ് ഈ സ്പിരിച്വൽ കോഡ്സ് തന്നിരിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലും അതാണ് പറയുന്നത്, നമ്മളെ മനുഷ്യൻ എങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കണം. മനുഷ്യൻ എപ്പോൾ മനുഷ്യനാവുന്നു, ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്. അല്ലെങ്കിൽ മൃഗത്തിന് തുല്യമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മാംസാഹാരം മനുഷ്യർക്ക് പറഞ്ഞതല്ല. ഏതൊരു സന്യാസി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ. ഓക്കെ, അത് ശാകാഹാരി മാംസാഹാരി എങ്ങനെ സെഗ്രിഗേറ്റ് വെച്ചാൽ, നമ്മൾ വെള്ളം കുടിക്കുന്നില്ലേ, നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കുന്നത്? നാക്കുകൊണ്ടോ ചുണ്ടുകൊണ്ടോ? അല്ലെ, അങ്ങനെ ചുണ്ടുകൊണ്ട് കുടിക്കുന്നത് മുഴുവൻ ശാകാഹാരിയാണ്. മൃഗങ്ങളും നമ്മൾ നോക്കി നോക്കൂ. പശു എങ്ങനെയാണ്? ആന എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ്? അതൊക്കെ ശാകാഹാരിയാണ്. നേരെ മറിച്ച് നാവ് കൊണ്ട് കഴിക്കുന്ന മുഴുവനെ മാംസാഹാരിയായിരിക്കും. സെഗ്രിഗേഷൻ ഒരു നെച്ചസ് സെഗ്രിഗേഷൻ ആണ്. അപ്പോ നമ്മുടെ കോട്ട അതാണ്. ഈ സാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗതിം ജഗത് തേന തെക്തേന പൂജിത മാഗൃത കസ്യസാനും. ഓക്കെ, നമ്മൾ എന്താണ് അത് മാത്രമേ അത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളും
മൃഗതുല്യമാണോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, സ്ലീപ്പിംഗ്. ഓക്കെ, നമ്മള് മൃഗങ്ങൾ അതിൻ്റെതായ സമയം എപ്പോൾ വേണമെങ്കിലും ഉറങ്ങും. അതിനൊരു സമയം രാത്രി പകൽ അങ്ങനെയൊന്നും ഇല്ല. ചിലത് രാത്രി ഉറങ്ങും, ചിലത് പലത്. പക്ഷെ നമുക്കൊരു നിയമങ്ങളുണ്ട്, നമ്മളുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് അല്ലേ? ആ റിഥം അനുസരിച്ചിട്ട് ആ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എപ്പോ ഉറങ്ങണം, എപ്പോ നമ്മൾ ഉണർന്നിരിക്കണം, എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര മണിക്കൂർ ഉറങ്ങിയാൽ നമ്മൾ മോഡ് ഓഫ് ഗുഡ്നെസ്സിലാണ് അല്ലെങ്കിൽ മോഡ് ഓഫ് പാഷനിലാണ്, മോഡ് ഓഫ് ഇഗ്നോറൻസ്, ഇതൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക്. ഓക്കെ, മിനിമം ഒരു അഡൽട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. കുട്ടികൾ 8 to 10 മണിക്കൂർ ഡിപ്പെൻഡിങ് ഓഫ് ദർ ഏജ്. അപ്പൊ ആ ഒരു റിഥം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. എപ്പോഴെങ്കിലും കടന്നുറങ്ങുക, എപ്പോഴെങ്കിലും നയിക്കുക, അത് ഏതിലായിരിക്കും? അങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? മോഡ് ഓഫ് ഇഗ്നോറൻസിൽ. ഈസ് നോട്ട് റെഗുലേറ്റഡ്. റിക്രിയേഷൻ. ഓക്കെ, നമുക്കും റിക്രിയേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഡെഫിനറ്റ്ലി സ്പിരിച്വൽ കോഡ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റുള്ളവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ആൾറെഡി ഒരു സെറ്റ് ക്ലോക്ക് ഉണ്ട് അവർക്ക് വിത്തിൻ ദം. ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ. നമ്മുടെ ബിൽറ്റ് ഇൻ അല്ല. നമ്മുടെ ബിൽറ്റ് ഇൻ ആണെങ്കിൽ 8 മണി പറഞ്ഞാൽ ടങ് പോയി കടന്നുറങ്ങി, 6 മണി പറഞ്ഞാൽ ടങ് എഴുന്നേറ്റു. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതാണ് നമ്മളുടെയും മറ്റുള്ള ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇത് ധ്യാനയോഗമാണെങ്കിലും ശരി, ജ്ഞാനയോഗമാണെങ്കിലും ശരി, ഭക്തി ഏത് യോഗമാണെങ്കിലും ശരി, നമുക്ക് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എസ്പെഷ്യലി ഈ സ്പിരിച്വൽ കോഡ്സ് ഫോളോ ചെയ്തേ പറ്റൂ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ മിനിമം ചുരുക്കത്തില് എത്രയെങ്കിലും നമ്മൾ മിനിമം നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡ് ഓഫ് ഗുഡ്നെസ്സിലായിരിക്കണം ജീവിക്കേണ്ടത്. അത് മനുഷ്യവർഗം. പക്ഷെ അതിൽ തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, രജോ ഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷെ സ്ലോലി ആൻഡ് ഗ്രാജുവലി ദേ ഷുഡ് കം ടു ദ മോഡ് ഓഫ് ഗുഡ്നെസ്. അല്ലെങ്കിൽ നമുക്ക് ഈ മനുഷ്യ ജന്മത്തിൽ എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഓർ ഗോൾ, അത് സഫലീകരിക്കാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ഗ്രന്ഥങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. സോ ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ആർക്ക് വേണമെങ്കിൽ ഈ ശ്ലോകം വളരെ 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 നല്ലൊരു ശ്ലോകമാണ്. സോ ആർക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ. Okay, so let us go to the purport. Extravagance in the matter of eating, sleeping, defending, and mating, which are demands of the body, can block advancement in the practice of yoga. അപ്പോൾ എന്താണ് പറയുന്നത്? എക്സ്ട്രാവാഗൻസ്, അധികമായിട്ടുള്ള എന്തൊരു ഇൻ്റലിജൻസും ഇൻ ദിസ് ഫോർ ആക്ടിവിറ്റീസ്. നമ്മളുടെ പൊതുവെ 4 മെയിൻ ആക്ടിവിറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ഇതിൽ എക്സ്ട്രാ വാഗൻസ് കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ മനുഷ്യ ജീവിതത്തിന്റെ ആ ഉദ്ദേശം തന്നെ വിഫലമായിരിക്കും. കാരണം യോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷനാണ്, കമ്മ്യൂണിയനാണ്. അത് നിങ്ങൾ ഏത് യോഗം എടുത്തോളൂ, ധ്യാന യോഗം എടുത്തോളൂ, ജ്ഞാനയോഗം എടുത്തോളൂ, ഭക്തി എടുത്തോളൂ, അതാണ് അതിന് പർപ്പസ്. അപ്പൊ അതിനൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിരിക്കും നമ്മളിതിന് എക്സ്ട്രാ വാഗൻസ് കാണിച്ചാൽ. സോ ആസ് ഫാർ ആസ് ഈറ്റിംഗ് ഈസ് കൺസേൺഡ്, it can be regulated only when one is practiced to take up and accept prasadam. അപ്പൊ ഈറ്റിംഗ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം? നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കഴിക്കുക അങ്ങനെയല്ല. അത് നമുക്ക്, അതായത് ഒരു ഡെവലപ്ഡ് കോൺഷ്യസ്നസ് ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് പേഴ്സൺ പറഞ്ഞതല്ല. ഓക്കെ, ഒരു സിവിലൈസ്ഡ് പേഴ്സൺ പറഞ്ഞാൽ ഈ ഷുഡ് ബി എ പക്ക ഡിവോട്ടി, എ ഫസ്റ്റ് ക്ലാസ് സിവിലൈസ്ഡ് പേഴ്സൺ. പ്രഭാതർ പല സമയത്തും ഹൗ എ ഡിവോട്ടി, how will how can we see a devotee? Who is a devotee or otherwise? He is a civilized person, he is a gentleman. Appo endana inde artham? He has all the regulations in place. Adana oru civilized person oru allengi oru devotee de. Okay, so as far as eating is concerned, it can be regulated only when one is practiced to take and accept. Enduvondana prasadam? Okay, vegetarian. ഓക്കെ, വെജിറ്റേറിയൻ കഴിച്ചാൽ പോരെ? എന്തുകൊണ്ട് പ്രസാദം തന്നെ പറയുന്നു ഇവിടെ? ഭഗവാൻ പ്യൂരിഫൈ ചെയ്ത് തരുന്നത്. എന്താ പറഞ്ഞ? ഭഗവാൻ പ്യൂരിഫൈ ചെയ്ത് തരുന്നത്. അതെ, ഭഗവാൻ പ്യൂരിഫൈ ചെയ്ത് തരുന്നത്.
അപ്പോൾ എന്തുകൊണ്ടാണ് പ്യൂരിഫൈ ചെയ്യേണ്ടി വരുന്നത്? കാരണം എന്തിനാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? because they are all അവർക്കും ഇതുണ്ട്, ജീവനുണ്ട്. അവർക്കും ജീവനുണ്ട്, അവരും ലിവിങ് എൻറ്റിറ്റീസ് ആണ്. പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യണം. ഓക്കെ, പക്ഷെ എന്താണ് വ്യത്യാസം? അവരും ജീവജാലങ്ങൾ, അവരുടെ കോൺഷ്യസ്നെസ് ലെവലും ഒരു മൃഗത്തിന്റെ കോൺഷ്യസ്നെസ് ലെവലും ഒന്നാണോ? നമ്മളൊരു പൂവ് പറിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പ്ലക്ക് ചെയ്യുന്നു, അതിന് കിട്ടുന്ന വേദനയും അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ കൈ വെട്ടുന്ന വേദനയും ഒന്നാണോ? അല്ലെ? എങ്കിലും ചില സമയത്ത് നമുക്ക് ആ വെജിറ്റബിളിന്റെ അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ ആ ട്രീയുടെ ചില സമയത്ത് നമ്മുടെ ആവശ്യം എടുക്കുമ്പോൾ അതിന്റെ ലൈഫ് പോകുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊരു പാപമാണ്. പക്ഷെ അതിന്നും മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഭഗവാൻ ഓഫർ ചെയ്തിട്ട് അതിനെ സാങ്ക്ടിഫൈഡ് ഫുഡായിട്ട് നമ്മൾ പ്രസാദം ആയിട്ട് കഴിക്കുന്നു. അപ്പൊ അതിന്റെ ബാഡ് എഫക്ട്സ് ഓർ ഇൽ എഫക്ട്സ് അത് മാറി തരുന്നു, അതിനെ പ്യുവറായിട്ട് നമുക്ക് തരുന്നു. അപ്പൊ നമുക്ക് ഈവൻ വെജിറ്റബിൾ കഴിച്ചാലും നമുക്ക് തെറ്റാണ്. ഭഗവാന് ഓഫർ ചെയ്യാണ്ട് കഴിക്കുമ്പോൾ അപ്പോഴും അതിൻ്റെതായിട്ടുള്ള പാപം നമുക്ക് എടുക്കേണ്ടി വരും, അങ്ങനെ ഓഫർ ചെയ്യാണ്ട് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് അത് ഓഫർ ചെയ്തിട്ട് തന്നെ കഴിയുന്നത്. പ്രഭുപാദ പറയാറുണ്ട്, even monkeys are vegetarians. Okay, even monkeys are, so what's a big deal? So the vegetarian is not a big deal. So we have to offer it to the Lord, because even the plants and trees, they have life. Sometimes we have to take the life, isn't it? Not only that we are plucking fruits and flowers or something, sometimes we have to destroy also, for our benefit, so that we don't get the karma phala. So we have to offer it to the Supreme. അപ്പൊ അങ്ങനെയാണ് റെഗുലർ ഹാബിറ്റ്സ് ഈറ്റിംഗിൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പ്രസാദം സാങ്ക്ടിഫൈഡ് ഫുഡ്. ലോർഡ് കൃഷ്ണ ഇസ് ഓഫേർഡ് അക്കോർഡിംഗ് ടു ദ ഭഗവത് ഗീത 9.26. വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, മിൽക്ക്, പത്രം, പുഷ്പം, ഫലം, തോയം. ഓക്കെ, ഇത് നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് വേ എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ബിക്കംസ് ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് not to accept food not meant for human consumption or not in the category of goodness. Okay, അപ്പോ സ്വാത്വികമായിട്ടുള്ള ആ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതും ഭഗവാന് അർപ്പിച്ചിട്ട് അത് സാങ്ക്ടിഫൈഡ് ഫുഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് യാതൊരു സിൻഫുൾ റിയാക്ഷൻസും കിട്ടുന്നില്ല. അതാണ് അതിന്റെ മഹത്വം. അപ്പോൾ തമോ ഗുണത്തിലോ സത്വഗുണത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇതാണ് code, spiritual code. As far as sleeping is concerned, a Krishna conscious person is always alert in the discharge of his duties in Krishna consciousness, and therefore any unnecessary time spent sleeping is considered a great loss. അപ്പൊ അവിടെയും നമ്മൾ റെഗുലേറ്റ് ആവണം. എപ്പോ ഉറങ്ങണം, എത്ര ഉറങ്ങണം, ഇതൊക്കെ നമ്മൾ റെഗുലേറ്റ് ആവണം. ഇപ്പോ ഒരു സിംഹം ഒരു 4 മണിക്കൂർ കൂടുതൽ ഉറങ്ങിച്ചാൽ ആരെങ്കിലും വന്ന് കംപ്ലൈന്റ് ചെയ്യോ? ഈ എത്ര നേരമായി നീ കടന്നുറങ്ങണേ, ഒന്ന് നീക്കേ, അറിയോ? ആരെങ്കിലും ചോദിക്കൂ? പക്ഷെ നമ്മളോട് ചോദിക്കാനുണ്ട്, രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുന്നത് കഴിക്കും. ഇത് എന്താണ് പോത്ത് പോലെ കടന്നുറങ്ങണ? ഇല്ലേ? പോത്തങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. അതിനേക്കാൾ മോശമായിട്ടാ നമ്മള് കടന്നുറങ്ങുന്നത്. ആർക്കോ കൊണ്ടു തോന്നുന്നു. ആർക്കോ കൊണ്ടു തോന്നുന്നു. Okay. So as far as sleeping is concerned, a Krishna conscious person is always alert in the discharge of his duties in Krishna consciousness, and therefore any unnecessary time spent sleeping is considered a great. അപ്പോൾ കൂടുതൽ ഉറങ്ങുന്നത് ഏത് ഗുണത്തിലാണ്? തമോ ഗുണം. ഓക്കെ, അവ്യർത്ഥ കാലത്വം. A Krishna conscious person cannot bear to pass a minute of his life without being engaged in the service of Lord. ഇതാണ് ശരിക്കുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുന്ന
ആളുടെ അവസ്ഥ. ഒരു മിനിറ്റും കൂടി, ഒരു മിനിറ്റും കൂടി പാഴാക്കാൻ പാടില്ല. ജയസാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ ഫുള്ളി 24 hours നമുക്ക് ഫുള്ളി പാക്ഡ് ആയിരിക്കണം. ഒരു മിനിറ്റ് നമുക്ക് എക്സ്ട്രാ കിട്ടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പാക്കായിട്ട് നമ്മുടെ ജീവിത ശൈലി നയിക്കുമ്പോൾ നമ്മൾ 9 മണിക്കോ 10 മണിക്കോ കിടക്കുമ്പോഴേക്കും ഉറങ്ങി, ടോട്ടലി ടയർഡ്. ഓക്കെ, അത് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് നയിക്കുക. സോ അൺനെസറി അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്കോ അങ്ങനത്തെ ഒരു പ്രവൃത്തികൾക്കോ ഒരു കാരണം അവിടെ കാണുന്നില്ല. അപ്പൊ ഫുള്ളി പാക്ഡ്. നമ്മളുടെ മിനിമം മെറ്റീരിയൽ ഡ്യൂട്ടീസിന്റെ സമയം കണ്ട് ബാക്കിയെല്ലാം നമ്മൾ സ്പിരിച്വൽ ഡ്യൂട്ടീസിൽ വായിച്ചിട്ടോ ഡിസ്കസ് ചെയ്തിട്ടോ കേട്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളും അങ്ങനത്തെ ഒന്നും നമ്മുടെ മനസ്സിനെ ബോധറിയില്ല. സോ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ് വിൽ ഓൾവേസ് ബി ദർ. സോ അങ്ങനെ നമ്മുടെ ആ 24 hours a day നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കംപ്ലീറ്റ് സമയം സംതിങ് ഓർ വി ഷുഡ് ബി ഓക്യുപ്പൈഡ് സംതിങ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ്. അത്രേ ഉള്ളൂ. ഒരു അനാവശ്യമായിട്ട് ഒരു ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. അങ്ങനെയാണ്. അതായത് അതുകൊണ്ടാണ് പ്രഭുപാദ വളരെ പാക്ക് പ്രോഗ്രാം നമുക്ക് തന്നിരിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുക, ഏനോ എന്താ പറയുക, ഫ്രഷ് അപ്പ് ചെയ്യുക, ചാൻഡ് ചെയ്യുക, ആരതി ചെയ്യുക, തുളസി ആരതി ചെയ്യുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക. അപ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള സമയം അവർക്ക് ഒരുക്കുക, ഉച്ചയ്ക്കുള്ള ഭോഗ ഓഫറിംഗുള്ള സമയം അത് ഒരുക്കുക, അത് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഒരുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്. അങ്ങനെ ടോട്ടലി വി ആർ പാക്ഡ്. സോ വെർ ഈസ് ടൈം ഫോർ അൺനെസറി തിങ്സ്. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ തീർച്ചയായിട്ടും മോഡ് ഓഫ് ഗുഡ്നെസ്സിലായിരിക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് നമുക്ക് അതിന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഡേ. ഓക്കെ. So minute of his life without being engaged in the service of the Lord. Therefore, his sleeping is kept to a minimum. Okay. ഉറക്കം ആവശ്യമാണ്. കൂടുതലും ഉറങ്ങാൻ പാടില്ല, കുറവും ഉറങ്ങാൻ പാടില്ല. കുറവ് ഉറങ്ങിയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ മിതമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ആഹാരവും ഉറക്കവും എല്ലാം മിതമായിട്ട് വേണം. His ideal in this respect is Srila Rupa Goswami. Okay, who was always engaged in the service of Krishna and who could not sleep more than 2 hours a day. നമുക്ക് ആ തലത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 6-8 മണിക്കൂർ മാക്സിമം അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അവരൊക്കെ മോഡ് ഓഫ് പ്യുവർ ഗുഡ്നെസ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് 2 മണിക്കൂറും പ്രഭുപാദൊക്കെ 2-2.5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ ഒരു ദിവസം. ഓക്കെ. ആ ഉറക്കം 10 to 12 അല്ലെങ്കിൽ 9 to 12 അതാണ് ഉറക്കം. അതായത് 12 മണിക്ക് എഴുന്നേൽക്കും. 12 മണിക്ക് എഴുന്നേറ്റ് അപ്പൊ 12 to 2 ഒരാള്, 2 to 4 അപ്പൊ സെർവന്റ് ആയിരിക്കും അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ട്. സോ ഹിൽ ഗെറ്റ് അപ്പ് 12 മണിക്ക്, ദെൻ സ്റ്റാർട്ട് ട്രാൻസ്ലേറ്റിംഗ് 2-3 മണിക്കൂർ. പിന്നെ കുളിച്ചു, പിന്നെ ആരതിയായി, പിന്നെ മോർണിംഗ് വാക്കായി, ലെക്ചറായി, ഇന്റർവ്യൂ ആയി, ലെറ്റേഴ്സ് ആയി, പറഞ്ഞില്ല. ദെൻ ദ ഹോൾ ഡേയ്സ് packed. So there is not even a single minute that he is thinking materially. Not even a single minute. So everything, so his sleeping, his breathing, his working, everything is Krishna conscious. അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം പറയുന്നത്. ഓക്കെ. രൂപ ഗോസ്വാമിയൊക്കെ 2 മണിക്കൂർ ഉറങ്ങിയതുള്ളൂ. ബാക്കിയൊക്കെ സമയം ഇങ്ങനെ ഭക്തി ലിറ്ററേച്ചർ എന്താ പറയുക എഴുതിയിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും ഗ്ലോറിഫൈ ചെയ്തിട്ടും പരിക്രമ ചെയ്തിട്ടും. സോ ദിസ് വാസ് their lifestyle. So we also should regulate ourselves. Okay. And sometimes not even that. Thakur Haridasa would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 names. 3 ലക്ഷം നാമം ചെല്ലാതെ അദ്ദേഹം പ്രസാദം കൂടിയും ഓണറിയില്ല. 3 ലക്ഷം നാമം എന്ന് പറഞ്ഞാൽ 192 rounds of Hare Krishna Mahamantra. 21-22 മണിക്കൂർ എടുക്കും. ഇപ്പൊ റീസെന്റ് ഇപ്പൊ നമ്മുടെ ഒരു ഡിവോട്ടി ഇവിടെ 192 മാല 2 പ്രാവശ്യം കഴിഞ്ഞ ഏകാദശി ചെയ്തു, അതിന് മുമ്പത്തെ ഏകാദശി ചെയ്തു. 192 മാല. അതേപോലെ 21-22 hours എടുത്തു പറയണം ഏകാദശിക്ക്. ആലോചിച്ച് നോക്കൂ. ആൻഡ് ദിസ് ദേ ആർ ഡൂയിങ് ഡെയിലി. ഇത് വൺസ് ഇൻ എ വൈൽ ബിസിനസ് അല്ല, ഡെയിലി ദേ ടു ഡു. ആൻഡ് പ്ലസ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എത്ര ഭക്തി ലിറ്ററേച്ചേഴ്സ് അവർ ഇതിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് അവരുടെ പൊസിഷൻ.
അപ്പൊ ഹരിദാസ് ഠാക്കൂർ അങ്ങനെയായിരുന്നു ജീവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് പ്രസാദം കൂടി ഓണർ ചെയ്യില്ല എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ. So determination comes only when the 100% determination comes when you are in the mode of pure goodness. So we should be determined in our discipline. We should be determined in our decision, in our actions. മറ്റുള്ളവരും ഇത് മോഡ് ഓഫ് ഇഗ്നോറൻസ് അവർക്ക് ഒന്നുമില്ല. They have no goal. They have no fixed agenda at all. Mode of passion, it is wavering. They are not determined in anything. But in the mode of goodness, we should have some determination. This is what I am going to do. This I will do. This is how I am going to live. No, let people say what. No problem. This is ende siddhantamana. And so whether it is good or bad, I am going to be the recipient of the result. Appo angane determination kude nammal jeevikkanam. So Thakur Haridas would not even accept prasadam nor even sleep for a moment without finishing his daily routine of chanting with his beads 300,000 names. As for നമ്മുടെ ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്, for 9 years, Prabhupada Guru, 9 years, he went to Navadip in a small hut. He chanted 192 rounds every day, same like Haridas Thakur, 300,000 names every day. Just he go dip in the Ganga, makes some little rice or anything, once in a day he on a prasadam. This was 9 continuous years he was doing that. Then he came to Calcutta with very powerful man, started preaching. നമ്മൾ ഇവിടെ 16 മാല ചെല്ലുമ്പോഴേക്കും എന്തോ ഒരു മല മറച്ച പോലെയാണ് നമ്മള്, അല്ലേ? നമ്മുടെ എന്താ അവിടെ നിങ്ങളുടെ ചെറുപ്പശ്ശേരി കൂനമ്മലേ, ഏത് മല അവിടെ? അല്ലല്ല, അവിടെ വേറൊരു മലയുണ്ട്, എന്ത് അനങ്ങന്മല. അതെ അതെ, അത് പൊക്കി അങ്ങനെ ഇരിക്കും. ആ ഒരു ഫീലിംഗ് ആണ് ഒരു അനങ്ങന്മല, അല്ലേ? അതാണ് നമ്മുടെ സ്ഥിതി. Okay, so Bhaktisiddhanta Saraswati Goswami Maharaj, for 9 continuous years he was doing that. So he became and he was known as Simha Guru, Prabhupada Guru. So whatever they say, it will happen. അതാണ് അവരുടെ ഓസ്റ്ററിറ്റി, അവരുടെ തപസ്സിന്റെ ബലം, തപോബലം. അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് പിന്നെ വ്യത്യാസമില്ല. കണ്ടില്ലേ ഞാൻ സാക്ഷി പ്രഭു പറഞ്ഞത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിനെ കാണാൻ വന്നു, അല്ലേ? മീറ്റ് നിർത്തിയതും പിന്നെ ബാക്കി കാര്യങ്ങളും. അത് പറഞ്ഞാൽ ഒരുപാട് ദൂരം വന്നു, എനിക്ക് ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പറഞ്ഞല്ലേ നിങ്ങള് ഇപ്പൊ ഫ്രീഡം ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പൊ ഇന്നിപ്പോ ഈ ഭാരത ഭൂമിയിലാണ്. അടുത്ത ജന്മം നിങ്ങൾ ലണ്ടനിൽ ജനിച്ച് ആർക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്ന് മനസ്സിലായില്ലേ അത്? അതായത് വോയിസ് ക്ലിയർ ആണ്. ഹരിബോൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. ഓക്കെ, അദ്ദേഹത്തോട് വെച്ചില്ലേ, അപ്പൊ ഫ്രീഡം ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, ഭാരത ഭൂമിക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ബ്രിട്ടീഷുകാരെ മാറ്റാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, യം വാപി സ്മരൺ ഭാവം ത്യജ് ദന്തേ കലൈവരം തം തം ഏവൈതി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത. ഓക്കെ, നമ്മൾ ഏത് കോൺഷ്യസ്നെസ്സിലാണ് മരിക്കുന്നത്, ആ കോൺഷ്യസ്നെസ്സിനോട് നമ്മളൊരു സ്ഥലത്ത് ജനിക്കുന്നു. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സോട് ബ്രിട്ടീഷുകാരെ അകറ്റാന്നുള്ള ആ കോൺഷ്യസ്നോട് നമ്മൾ വയ്ക്കുമ്പോൾ ആ ബ്രിട്ടീഷ് ആണെങ്കിൽ നമ്മുടെ ഇതില് നമ്മൾ ജനിക്കുന്ന അടുത്ത ജന്മം ബ്രിട്ടീഷ് ലാൻഡില് ബ്രിട്ടനിൽ ജനിക്കും. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും? ഇന്ത്യക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യോ അതോ ബ്രിട്ടീഷിന് വേണ്ടി ഫൈറ്റ് ചെയ്യോ? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണ് തുറന്നത്. അപ്പോഴാണ് പറഞ്ഞ്, ഞാൻ ഐ ഹവ് കം സോ ഫാർ, നൗ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ടേൺ ബാക്ക്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി സംഗതി. സോ ഹി ഈസ് ദാറ്റ് പേഴ്സൺ, ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് അദ്ദേഹത്തിനെ പറ്റി പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓർഡിനറി പേഴ്സൺ. സോ അവരുടെ ആ ഡിറ്റർമിനേഷനും അവരുടെ പവറും സംതിങ് റിയലി, ബിക്കോസ് എന്താണ് ആ ഓസ്റ്ററിറ്റി, അതിന്റെ ആ തപോബലമാണ് അവർക്കുള്ളത്. അപ്പൊ അവർ എന്ത് പറയുന്നതോ എന്ത് ചിന്തിക്കുന്നു അത് സംഭവിക്കുന്നതാണ്. ദാറ്റ് ഈസ് the power of that austerity, Bhagwante mercy. So as far as work is concerned, a Krishna conscious person does not do anything which is not connected with Krishna's interest, and thus his work is always regulated and is untainted by sense gratification.
Since there is no question of sense gratification, there is no material leisure for a person in Krishna consciousness. And because he is regulated in all his work, speech, sleep, wakefulness, and all other bodily activities, there is no material misery for him. So, എന്തെങ്കിലും ഈ കമന്റ് ചെയ്യാണ്ടോ? Anything? Want to contribute? Share something? ഇല്ല പ്രഭുജി. അപ്പൊ നമ്മളിത് എല്ലാം ഇന്ന് മുതൽക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാണ് അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഉറക്കം എത്ര മണിക്കൂറെന്നാ പറഞ്ഞിരിക്കണേ? പ്രഭുജി ഉറക്കം എത്ര മണിക്കൂറാ പറഞ്ഞിരിക്കണേ? ഉച്ചയ്ക്ക് 3 മണിക്കൂർ 2. ഉറക്കം എത്ര മണിക്കൂറാ പറഞ്ഞിരിക്കുന്നത് എനിക്ക്? എന്തായാലും സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ഹാവ് ടു കൺട്രോൾ എവറിഥിങ്. അപ്പോഴേ നമ്മള് ഒരു റെഗുലേറ്റഡ് ലൈഫിൽ വരുള്ളൂ. യെസ്, ഉറങ്ങണ്ടെന്ന് ആരും പറയുന്നില്ല, കഴിക്കണ്ടെന്ന് ആരും പറയുന്നില്ല, എല്ലാം ചെയ്യാം. എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു ആ പരിമിതി നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം ജീവിക്കുക. ഓവർ ഇന്റലിജൻസ് ഇൻ എനിത്തിങ് ഇൻ എക്സസ് ഇസ് ബാഡ്, ഈവൺ ഇഫ് ഇറ്റ് ഈസ് നെക്ടർ. പറയുന്നില്ലേ, അമൃതം അധികമായാൽ വിഷം അല്ലെ, ഞങ്ങളത് പറയില്ലേ? അപ്പൊ അതുകൊണ്ട് ഒന്നും നമ്മൾ എക്സസ് ആയിട്ട് നമുക്ക് മധുരം വളരെ പ്രിയപ്പെട്ടാണ്, വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ കൂടുതൽ കഴിച്ചാലോ? സുജയ് ഗൗരചന്ദ്ര പ്രഭു. പ്രഭുജി ഷുഗർ ഷുഗർ മധുരം അധികം കഴിച്ചാൽ പെരുമാറ്റത്തിൽ പഞ്ചാര ആവുന്നു പറയുന്നു പ്രഭു. അല്ല പ്രഭുജി, ഞാൻ വേണ്ടത് അതല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അധികം വൈകാണ്ട് നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ഹാവ് ടു ഡെവലപ്പ് ദീസ് ക്വാളിറ്റീസ് ആൻഡ് വി ഷുഡ് പ്രാക്ടീസ്. എന്ത് പറയുന്നു? ഇറ്റ്സ് ഓക്കെ? ഓക്കെ. Yes, very good. Dipti Madhimadaji, anything to contribute? പ്രഭുജി ഇന്ന് കേട്ട ഒരു കാര്യം പ്രഭുജി കേട്ട കാര്യം തന്നെയാണ്, ഷെയർ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആക്ച്വലി നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലെൻലിനെസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം പ്രഭുജി. എക്സ്റ്റേണൽ ക്ലെൻലിനെസ്. അതായത് എനിക്ക് തോന്നുന്നു 2 നേരം പറ്റുമെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ കുളിക്കുക, വൈകുന്നേരങ്ങളിൽ മേലുകഴുകുക, അങ്ങനത്തെ ശീലങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. പിന്നെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആ ഒരു മോഡ് ഓഫ് ഇഗ്നറൻസിലുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് നേരെ വിപരീതമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും നമ്മുടെ ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതിനൊക്കെ എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മൾ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തോന്നുന്നു മോഡ് ഓഫ് ഇഗ്നറൻസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതിന് മുകളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇതും വളരെയധികം ശ്രദ്ധിക്കണം. ഇന്റേണൽ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചാന്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. Yes, Mataji. Hare Krishna. So very good. So it's a point that to be noted, because externally നമ്മൾ വളരെ ക്ലീൻ ആയിരിക്കണം. എന്നിട്ട് സ്ലോലി വി ഹാവ് ഇന്റേണലി ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ക്ലീനിങ് അപ്പോഴേ നമുക്ക് തന്നെ ഒരു സുഖം തോന്നുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഡ്രസ്സിങ് ശരിയല്ല, നമ്മുടെ വേഷഭൂഷാദികൾ ശരിയല്ല, അപ്പോ കോൺഫിഡൻസ് ഉണ്ടാവില്ല. കോൺഫിഡൻസും അറ്റ്മോസ്ഫിയർ വിൽ നോട്ട് ബി സ്യൂട്ടബിൾ കൺഡ്യൂസീവ് ഫോർ പ്രാക്ടീസിങ് എനിത്തിങ്. സോ നമുക്കൊരു അലേർട്ട്നെസ്, നമുക്കൊരു ഇത് വേണമെങ്കിൽ, ഉന്മേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി we should be presentable everywhere. We should be nice in our attire, in our cleanliness. Then slowly we have to start. നിയമങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രഭുജി. അതെ, നിയമങ്ങൾ പറയുന്നുണ്ട് അത്. So these things slowly and gradually, if we are not following it, we have to implement this slowly and gradually. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണ്ട, but slowly and gradually everyone has some drawbacks, some shortcomings. അല്ലേ? ആരും പക്കല്ല, ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ പതുക്കെ നമ്മളിതൊക്കെ തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. വി നോ എവറിഥിങ് ബൈ തിയറി.
സോ ഇത് പ്രാക്ടിക്കലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത് ആചരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, രൂപേശ്വരി മാതാജി, എനിത്തിങ്? നത്തിങ് പ്രഭുജി. എന്താ ഒരു ദീർഘശ്വാസം? അല്ലല്ല, നല്ലൊരു ശ്ലോകമായിരുന്നു പ്രഭുജി. ഇത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനേ. തീർച്ചയായിട്ടും. നിഷ മാതാജി, രവി പ്രഭു? അതെ പ്രഭു, പറഞ്ഞ മാതിരി മനുഷ്യന്റെ ജീവിതം എത്ര ഉത്തമമായതോ മനുഷ്യന്റെ ശരീരം അത്ര നീചമായതാണ്. ആ നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും എല്ലാം പറഞ്ഞ മാതിരി വേണം. ഒരു എക്കോ എന്ന് മനസ്സിലായില്ല, എന്താ പറഞ്ഞ? മനുഷ്യന്റെ ജീവിതം എത്ര ഉത്തമമോ പറയാറുണ്ടല്ലോ, ലൈഫ് ഈസ് ഉത്തമമായ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. മനുഷ്യന്റെ ശരീരം അത്ര റിവേഴ്സബിൾ നീച്ചമായതാണ്. ആ നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും ഇല്ലെങ്കിൽ അത് ഭയങ്കര നമുക്ക് മിനി മാതാജി പറഞ്ഞ മാതിരി നീറ്റ്നെസ്സും ക്ലെൻലിനെസ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും. വേറൊരു കാര്യം, ഇപ്പൊ നമുക്ക് ക്ലെൻലെസ് വളരെ അത്യാവശ്യം. നമ്മൾ ഡെയിലി കുളിച്ചില്ലെങ്കിൽ അടുത്ത് വരാൻ പറ്റില്ല. നേരെ മറിച്ച് മൃഗങ്ങളോ, പ്രകൃതിയുടെ ഓരോ അത് നോക്കി നോക്കൂ, ആലോചിച്ച് നോക്കൂ. നായും പട്ടിയും കുതിരയും ഇതൊക്കെ ഡെയിലി കുളിച്ചിട്ടാ വല്ല പ്രശ്നമുണ്ടോ നമുക്ക് അടുത്ത് പോവാൻ? അവരുടെ അടുത്ത് പോവാൻ ഒരു പ്രശ്നമില്ല. ഈവൺ പന്നിയുടെ അടുത്ത് പോയാലും കൂടിയും കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ ഒരു നേരം കുളിച്ചില്ലെങ്കിൽ അടുത്ത് പോകാൻ പറ്റില്ല, അല്ലേ? Okay, so 6.18. യഥാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇതി ഉച്യത്തെ തഥാ. ജിഷ മാതാജി and Prabhu. Hare Krishna. Hare Krishna. Yada viniyadam chittam आत्मेन्यावाविष्टते निस्पृहः सर्वकामिभ्यो युक्तयुच्यते तदा. Prabhu, translation. When the yogi, by practice of yoga, disciplines his mental activities and becomes situated in transcendence, devoid of all material desires, he is said to be well established in yoga. Okay, very good. When the yogi, by practice of yoga, disciplines his mental activities and becomes situated in transcendence, devoid of all material desires, he is said to be well established in yoga. Nisha Madaji, just explain ചെയ്യാൻ പറ്റുമോ? നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മെന്റലി നമുക്ക് എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടി പറ്റും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള യോഗ പ്രാക്ടീസ് കൊണ്ട്. അങ്ങനെ നമുക്ക് ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് നമ്മുടെ എന്താ പറയാ നമുക്ക് മെറ്റീരിയൽ ഡിസയേഴ്സ് ഒക്കെ നമുക്ക് അപ്പൊ കുറയ്ക്കാൻ പറ്റും നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട്. ഓക്കെ, സോ നമ്മള് അങ്ങനെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ, ഇച്ഛകളെ ഇതെല്ലാം വെച്ചിട്ട് യോഗ വഴി നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇച്ഛകളെല്ലാം കുറച്ച് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ദിവ്യമായിട്ടുള്ള ഒരു തലത്തിലെത്തും. ഓക്കെ, അതാണ്. അപ്പൊ അങ്ങനെ ദിവ്യമായിട്ടുള്ള ഒരു തലത്തിലെത്തുമ്പോൾ നമ്മളുടെ ശരിക്കുള്ള ആ യോഗ അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ? സോളും സൂപ്പർ സോളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിയൻ. അപ്പോൾ ട്രാൻസ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരപ്പെടുന്നു, അല്ലെ? അപ്പോൾ അതിനാണ് ഈ യോഗ പ്രാക്ടീസ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം, ഭൗതിക ഇച്ഛകളെ നമ്മൾ നിയന്ത്രിക്കണം. എന്നിട്ട് അങ്ങനെ പടിപടിയായിട്ട് ഉയർന്ന് നമ്മളും ഭഗവാനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിയൻ മാത്രം അവിടെ നിലനിൽക്കുന്നു, വേറെ ഒന്നുമില്ല അവിടെ. അതാണ് ശരിക്കുള്ള യോഗ അഭ്യാസത്തിന്റെ ടോപ്പ് റങ് ഓഫ് ദ ലേഡർ. അപ്പൊ അതുകൊണ്ട് ഹി ഈസ് സെഡ് ടു ബി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ യോഗ.
അപ്പൊ അങ്ങനത്തെ ഒരു യോഗിയാണ് ശരിക്ക് ആ യോഗ തലത്തില്, മൂർധന്യമായിട്ടുള്ള ആ തലത്തില്, ആ ലങ് ഓഫ് ദ ലാഡറിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഒരു യോഗി എന്ന് പറയുന്നത്. The activities of the yogi are distinguished from those of an ordinary person by his characteristic cessation from all kinds of material desires. ഒരു സാധാരണക്കാരന് എല്ലാ ഭൗതിക ഇച്ഛകളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. നേരെ മറിച്ച് യോഗിക്ക് ഒന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ സന്തോഷം, അദ്ദേഹത്തിന്റെ ആനന്ദം ഈ ഭൗതിക വസ്തുക്കളിലായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ആനന്ദം പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള ആനന്ദമാണ്. നമ്മുടെ എല്ലാം വെറും സാധാരണപ്പെട്ട ആഗ്രഹങ്ങളാണ്, ഒരു വിലയില്ലാത്ത ആഗ്രഹങ്ങളാണ്. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റിയലി ഓൺ ദ ഹയർ പ്ലാറ്റ്ഫോമാണ്. താനും തന്റെ ഭഗവാനുമായിട്ടുള്ള ആ കമ്മ്യൂണിയനിൽ കിട്ടുന്ന ആനന്ദം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭൗതിക ലോകത്തിലെ ഈ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടില്ല ആണ് പറയുന്നത്. അപ്പോ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ഒരു അങ്ങനത്തെ യാതൊരു ഭൗതിക ഉണ്ടായി ഓഫ് വിച്ച് സെക്സ് ഈസ് ദ ചീഫ്. അപ്പോൾ സാധാരണ ഈ ഭൗതിക ലോകത്തിലെ വിച്ച് ഈസ് ദ പ്ലഷറബിൾ തിങ്, that is the sex life is the chief na പറയുന്നത്. A perfect yogi so well disciplined in the activities of the mind that he can no longer be disturbed by any kind of material desire. അതാണ് ശരിക്ക് ഒരു യോഗിയുടെ ലക്ഷണം. This perfectional stage can automatically be attained by persons in Krishna consciousness as stated in Srimad Bhagavatam 9.4, 18-20. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാനയോഗിക്ക് കിട്ടുന്ന ആ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന, അത് പ്രാക്ടീസ് ചെയ്യുന്ന, ആ സാധന ചെയ്യുന്ന ഒരു ഭക്തനും കിട്ടും എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സവൈ മന കൃഷ്ണ പാദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാർണു വർണ്ണനെ കരൗ ഹരേർ മന്ദിര മാർജനാദിസോ ശ്രുതിം ചകരാച്യുത സത് കഥോദയേ മുകുന്ദ ലിംഗാലയ ദർശനേ ദൃശു തദ്ഭൃത്യ ഗാത്ര സ്പർശേ അംഗസംഗമം ഗ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമദ് തുളസ്യ രസനാം തത് അർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പാദാനുപർശനെ ശിരോ ഹൃഷികേശ പാദാഭി വന്ദനെ കാമം ച ദാസ്യേ ന തു കാമകാമയ യഥോത്തമ ശ്ലോക ജനാശ്രയ രതിഹി. കിങ് അംബരീഷ് മഹാരാജിന്റെ ഡിഫറെന്റ് എൻഗേജ്മെന്റ് വിത്ത് ഡിഫറെന്റ് ലിംസ് ഓഫ് ഹിസ് ബോഡിയാണ് പറയുന്നത്. എങ്ങനെയാണ് നവവിധ ഭക്തി അംബരീഷ് മഹാരാജ് ചെയ്യുന്നതാണ്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യൂട്ടോ. On the lotus feet of Lord Krishna. Then one after another, he engaged his words in describing the transcendental qualities of the Lord, his hands in mopping the temple of the Lord, his ears in hearing of the activities of the Lord, his eyes in seeing the transcendental forms of the Lord, his body in touching the bodies of the devotees, his sense of smell, in smelling the scents of the lotus flowers offered to the Lord, his tongue in tasting the tulasi leaf offered at the lotus feet of the Lord, his legs in going to places of pilgrimage and the temple of the Lord, his head in offering obeisances unto the Lord, and his desires in executing the mission of the Lord. All these transcendental activities are quite befitting a pure devotee. അപ്പോൾ നവവിധ ഭക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എല്ലാ അംഗങ്ങളും, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, എല്ലാ അംഗങ്ങളും നമ്മുടെ ശരീരത്തിലുള്ളത് എങ്ങനെ ഈ നവവിധ ഭക്തിയിൽ കൂടെ ഭഗവാന് സമർപ്പിക്കാം, നമ്മളുടെ ഈ ജീവിതത്തിൽ തന്നെ ഭഗവത് സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി പ്രയത്നിക്കാന്ന് പറയുന്നത്. അപ്പോൾ അംബരീഷ് മഹാരാജ് ഈസ് എ പെർഫെക്റ്റഡ് പേഴ്സൺ ഇൻ ഓൾ ദ 9 types of ഡിവോഴ്സ് സർവീസ്. എല്ലാ അംഗങ്ങളും ശരിക്കും ചെയ്യുന്ന ഒരു മഹാൻ വ്യക്തിയായിരുന്നു, അതാണ് പറയുന്നത്. അപ്പൊ നമുക്കും മറ്റുള്ള ധ്യാനയോഗമൊന്നും ചെയ്യാതെ തന്നെ ഇതേ പ്രകാരം നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ അവയവങ്ങളെയും നമുക്ക് ഭഗവാന്റെ ഇതിനുവേണ്ടി, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളും അതേപോലെ തന്നെ ഒരു യോഗിയാണ്, ഒരു ഭക്തി യോഗി. So this transcendental stage may be inexpressible subjectively by the followers of the impersonalist path, but it becomes very easy and practical for a person in Krishna consciousness, as is apparent in the above description of the engagement of Maharaja Ambarisha. എന്താണ് അങ്ങനെ പറയുന്നത്? ഇത് ഒരു impersonal
സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇൻഎക്സ്പ്രസിബിൾ ആണ്, അവർക്ക് അത് വലിയ കാര്യമായിട്ട് ചെയ്യില്ല. എന്താ കാരണം? ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ഫോർ എ കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടി. എന്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ? മലയാളത്തിൽ ഇത് വായിക്കൂ സന്തോഷ് ബാബു. അത് മ്യൂട്ടാണ്. ഇങ്ങനെ ഒരു അതീന്ദ്രിയാവസ്ഥ സ്വാനുഭവത്തിലൂടെ തെളിയുന്ന അവ്യക്തിഗത ബ്രഹ്മോപാസകർക്ക് ചെന്ന് വരില്ല. പക്ഷെ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനാസം അത് സാധിക്കുമെന്ന് അംബരീഷ മഹാരാജാവിന്റെ ജീവിതചര്യയെക്കുറിച്ച് ഈ വിവരണം സ്പഷ്ടമാക്കുന്നു. നിരന്തര സ്മൃതി കൊണ്ട് മനസ്സപാതാരങ്ങളിൽ ഉറച്ചുകഴിഞ്ഞവർക്ക് അത്തരം അതീന്ദ്രിയാവസ്ഥ പുലർത്താനാവും. ഭക്തിഭരിതമായ പ്രവർത്തനത്താൽ മേൽപ്പറഞ്ഞ പ്രക്രിയകളെ സർവേന്ദ്രിയങ്ങളും സേവനത്തിനായി ഉപയോഗിക്കും എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവലിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കും. വെറും പരിത്യാഗം പ്രായോഗികമല്ല. അതിനാൽ സാമാന്യ ജനങ്ങൾക്ക്, വിശേഷിച്ചും സന്യാസ ജീവിതം സ്വീകരിച്ചവർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻപറഞ്ഞതുപോലുള്ള അതീന്ദ്രിയകളിൽ വ്യാപരിപ്പിക്കുന്നത് പൂർണ്ണമായ അധ്യാത്മ നേട്ടത്തിനുള്ള പ്രക്രിയയാണ്. ഇതിനെ ഭഗവത യുക്തം എന്ന് വിശേഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ഇംപേഴ്സണലിസ്റ്റ് ഫിലോസഫി ഫോളോ ചെയ്യുന്ന സിദ്ധാന്തത്തിനെ ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക് ഇത് പ്രായോഗികമല്ല എന്ന് പറയാൻ കാരണം? പ്രഭുജി, കർമ്മേന്ദ്രിയങ്ങൾ മടക്കി നിർത്തി അവര് മനസ്സിനെ ഭഗവാനില് അർപ്പിച്ച് ചെയ്യുകയാണെങ്കിലും അത് മനസ്സ് അതിൽ പല ചിന്തകളും എല്ലാം വരും. എത്രത്തോളം കോൺസെൻട്രേഷൻ അവർക്ക് അതിൽ സാധിക്കുമോ? Okay, yes, not complete answer. ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു അവ്യക്തമാണല്ലോ, വ്യക്തമായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. Yes, you are coming to the point now. പെർഫെക്റ്റ് ഷേപ്പ് ഇതൊന്നും കിട്ടില്ല, പൂർണ്ണമായിട്ട് അതിൽ ഇൻവോൾവ് ആവാൻ കഴിയില്ല. എക്സാക്ട്ലി, അതന്നെ കാരണം. കാരണം അവർക്ക് ഭഗവാൻ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, എല്ലാം ബ്രഹ്മനാണ്. അപ്പോ ഇങ്ങനെയുള്ള ഈ നവവിധ ഭക്തി അവിടെ ചേരുന്നതല്ല. ഇറ്റ്സ് നോട്ട് സ്യൂട്ടബിൾ, ഡസൻ മാച്ച്. ഓക്കെ, ഭഗവാൻ രൂപമില്ലാത്ത ഒരു ഭഗവാനെ എങ്ങനെയാണ് ഇങ്ങനെ ഈ നവവിധ ഭക്തി കൂടെ നമുക്ക് പ്രസാദിക്കാനോ അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് ഇംപേഴ്സണൽ പാത്തിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് പ്രായോഗികമല്ല, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. കാരണം വെച്ചാൽ ഭഗവാനെ നമ്മൾ അലങ്കരിക്കുക, ഒരു ആകാരമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെ നമ്മൾ അലങ്കരിക്കാൻ പറ്റുക? അവരുടെ പാദസേവനം എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാ സ്ഥലത്തും പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ഒരു മഹാത്ഭുതം ആയിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആകാരമില്ലാത്ത, വിശേഷമില്ലാത്ത, ഗുണമില്ലാത്ത അങ്ങനത്തെ ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ശക്തിയെ നമുക്ക് ഈ 9 അംഗങ്ങളെ കൊണ്ട് നമുക്ക് വർഷിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടാണ് പറയുന്നത്. നേരെ മറിച്ച് ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഭഗവാൻ ഒരു പേഴ്സൺ ആണ്, ഈസ് എ വ്യക്തി. The only difference is supreme person, we are just person. So he has a form just like all of us do have a form. അദ്ദേഹത്തിന്റെ ഫോം സച്ചിദാനന്ദാണ്, നമ്മുടെ ഫോം, നമ്മുടെ ഈ ശരീരം മെറ്റീരിയൽ ആണ്, ജഡമാണ്. ഓക്കെ, അദ്ദേഹം ഈ 3 ഗുണത്തിലും ഉള്ളതല്ല. ഓക്കെ, നിർഗുണമാണ്. നിർഗുണമാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ക്വാളിറ്റീസിലാണ്. അപ്പൊ അവര് നിർഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ വ്യാഖ്യാനം വേറെയാണ്. ഓക്കെ, നമ്മളുടെ നിർഗുണം എന്ന് പറഞ്ഞാൽ ഈ 3 ഗുണത്തിലും അതീതമായിട്ടുള്ളതാണ് നിർഗുണം, അതായത് പ്യുവർ മോഡ് ഓഫ് ഗുഡ്നെസ്. അത് ഭൗതിക ലോകത്തിൽ അകപ്പെട്ട ഒരു ഗുണമല്ല, അതാ നിർഗുണം. ക്വാളിറ്റി. ഓക്കെ, നിർവിശേഷം, ഒരു വിശേഷമില്ല, എവറിത്തിങ് വോയിഡ്, അട്രിബ്യൂട്ട്സ് ഇല്ല ഭഗവാന്, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മനായിട്ടുള്ള ആ ഒരു സത്യത്തെയാണ് അവര്. അത് എന്താണ് തെറ്റാന്ന് പറയുന്നില്ല, അതും ശരിയാണ്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം വെച്ചാൽ ഭഗവാന് ആ ആസ്പെക്റ്റും ഉണ്ട്, അല്ലെ? ബ്രഹ്മൻ എന്ന് പറഞ്ഞ ആസ്പെക്റ്റും ഉണ്ട്, അതിനുപരിയായിട്ട് പരമാത്മാ പറഞ്ഞിട്ടൊരു ആസ്പെക്റ്റും ഉണ്ട്.
അതിനും ഉപരിയായിട്ട് ഭഗവാൻ പറഞ്ഞിട്ട് ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഭഗവാൻ എന്നുള്ള ആസ്പെക്ട് ആണ് ഒറിജിനൽ, അതാണ് സോഴ്സ്. ആ സോഴ്സ് എന്നുള്ള മറ്റ് രണ്ട് ആസ്പെക്ട് വരുന്നത്. അപ്പോൾ ഭഗവാൻ എന്നുള്ള ആസ്പെക്ടിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ആസ്പെക്ടിനെയാണ് ഭക്തന്മാര് പൂജിക്കുന്നത്. അപ്പൊ ഈ നവവിധ ഭക്തി നമുക്ക് ഭഗവാനെ ശരിക്കും പൂജിക്കാനും എന്താ പറയുക ആദരിക്കാനും നമ്മളെ സഹായിക്കുന്നു. ഇത് അവർക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഭഗവാനെ ഒരു വ്യക്തിയായിട്ടോ ഒരു പുരുഷനായിട്ടോ അവർ കാണുന്നില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, unless the mind is fixed on the lotus feet of the Lord by constant remembrance, such transcendental engagements are not practical. In the devotional service of the Lord, therefore, these prescribed activities are called archana, okay, or engaging all the senses in the service of the Lord. നമ്മൾ ഭഗവാൻ നമ്മുടെ അമ്പലത്തിൽ പോയി ഒരു അർച്ചന കഴിക്കൂ, ഇന്നാളുടെ പേരില് ഇന്ന നാള് എന്നൊക്കെ പറയില്ലേ, ഒരു പുഷ്പാഞ്ജലി, ഒരു മുട്ട്, ഒരു തട്ട്. പണ്ട് ഓരോരുത്തരുടെ പേരില്ലായിരുന്നു പുഷ്പാഞ്ജലി, ഇപ്പൊ അത് നിർത്തി. കുടുംബത്തിന്റെ പേര്, വീട്ടുപേരിട്ടൊരു ഒറ്റ പുഷ്പാഞ്ജലി. അതെ, ഇതൊക്കെയാണ് സംഗതി. So these prescribed activities are called archana, or engaging all the senses in the service of the Lord. Senses and the mind require engagements. Simple abnegation is not practical. Therefore, for people in general, especially those who are not in the renounced order of life, transcendental engagement of the senses and the mind is described above is the perfect process for transcendental achievement, which is called yukta in the Bhagavad Gita. Yukta, suitable. Okay, appo endana ivide parayunne, especially those who are not in the renounced order of life. അപ്പൊ എന്താണ് അവർക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യാത്ത കാരണം എന്താ? അത് ശരിക്കും ഒരു ത്യാഗിയെ, ഒരു സന്യാസി ഇത് ബാധകമല്ല. ബാക്കി ഗൃഹസ്ഥ, എസ്പെഷ്യലി നമ്മൾ ഗൃഹസ്ഥ ആശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത് ബാധകമാണ്. എന്താണ് അവരെ അവോയ്ഡ് ചെയ്ത്, അവരെ എക്സംപ്റ്റ് ചെയ്ത് ഈ കാറ്റഗറിയിൽ നിന്ന്? കാരണം എന്താ? സന്യാസിമാരെ, ബ്രഹ്മചാരീസിനെ, ഒരു അല്ലെങ്കിൽ ത്യാഗികളെ. സന്യാസിമാർക്ക് അവർക്ക് ഇന്ദ്രിയങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള അവർക്ക് അതുണ്ട് പ്രഭു. ഓക്കെ, യെസ് യെസ്, ഗുഡ് പോയിന്റ്. അതല്ലാതെ എന്താണ്? പിന്നെ അവർ ആധ്യാത്മിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, അല്ല, അവർ ഓൾറെഡി അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം, ആധ്യാത്മിക തലത്തിലാണ് അവർ. 24 മണിക്കൂറും അവർ കൃഷ്ണ കോൺഷ്യസ് ആണ്. ഒരു ശരിക്കുള്ള റിനൗൺസിയന്റ് കാര്യം പറയണ്ട, നോട്ട് ദ സോ കോൾഡ് റിനൗൺസിയന്റ്. ശരിക്കുള്ള ഒരു സന്യാസി, ശരിക്കുള്ള ഒരു ത്യാഗി, അവർ 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഓരോ ഇന്ദ്രിയങ്ങളെയും ഓരോ അവയവങ്ങളെയും പ്രത്യേകിച്ചിട്ട് അർപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് അത് ആവശ്യമാണ്. കാരണം വെച്ചാൽ എന്നാണ് നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആവുള്ളൂ. ഗൃഹസ്ഥ ആശ്രമത്തില് അവർ ആൾറെഡി ആണ്. കാരണം 24 മണിക്കൂർ, ഫോർ എക്സാമ്പിൾ ആചാര്യമാർക്ക്, പ്രഭുപാദിക്ക് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഹാർഡ്ലി ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ ഹി ഡസ്. വൈ? മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് പ്രഭുപാദ ഇരുന്നിട്ട് 16 റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് ചെയ്യുന്ന ഓരോ സെക്കൻഡിലെ കാര്യം ചാൻഡിങ് ആണ്. ഒരു സെക്കൻഡ് പോലും അവർ മാറി ചിന്തിക്കുന്നില്ല, മാറി പ്രവർത്തിക്കുന്നില്ല. നമ്മളെ എല്ലാ സമയത്തും ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നു. മനസ്സിലാക്കില്ലേ? വൃന്ദാവനിലെ ഗോപികമാര്, അവര് ഏത് സമയത്തും കൃഷ്ണന്റെ ഒരേ ഒരു ചിന്ത. അവർ വിചാരിക്കും എപ്പോഴെങ്കിലും ഈ കൃഷ്ണന്റെ മനസ്സിൽ പോയി എന്റെ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധ ചെലുത്താമായിരുന്നു എന്ന് അവരാലോചിക്കുന്നത്. അവരുടെ ചിന്ത അങ്ങനെയാണ്. എപ്പോഴും 24 മണിക്കൂറും ചിന്ത കൃഷ്ണനെ പറ്റി, ഭഗവാനെ പറ്റിയിട്ട്. ഏതെങ്കിലും ഒരു സമയത്ത് എന്നെ ഒന്ന് വിട്ടുപോവോ, ശല്യപ്പെടുത്തണ്ട, എനിക്ക് എന്റെ വീട്ടുകാരൊന്ന് ചെയ്യട്ടെ. നമ്മളുടെ അവസ്ഥ എങ്ങനെയാണ്? നേരെ ഉൾട്ടാണ്. നമ്മളെ 24 മണിക്കൂറും നമ്മുടെ ചിന്ത നമ്മുടെ ഭൗതിക ലോകത്തിലെ നമ്മുടെ കുടുംബത്തിനെ പറ്റിയിട്ട്, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചാൻഡ് ചെയ്യാമായിരുന്നു.
ആ ഒരു ചിന്തയാണ്. സി ദ ഡിഫറൻസ്. അപ്പൊ അവർക്ക് സ്പെസിഫിക്കലി ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയാ വാട്ട് യു കോൾ ശ്രവണം, കീർത്തനം, സ്മരണം എന്നത് ആവശ്യമില്ല. 24 മണിക്കൂറും അവർ അതിൽ തന്നെ മുഴുകി ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ പോലുള്ള ആണ് ഇത് ഈ പ്രിസ്ക്രൈബ്. ഇതാണ് സാധന ഭക്തി എന്ന് പറയുന്നത്, വൈദ്യ സാധന ഭക്തി. അവരെല്ലാം ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ലവ് ആണ്. അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ആവശ്യമില്ല. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം, അങ്ങനെ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആവശ്യമില്ല. പക്ഷെ എങ്കിലും കൂടി നമ്മുടെ ആചാര്യന്മാര് അവർ ഡിസിപ്ലിൻ ലൈഫ് ചെയ്യുന്നു. കാരണം നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ആവശ്യമില്ല. അത് ഒരു സ്ഥലത്തിരുന്ന് 16 മാല ഇന്ന് ജപിക്കണം. അവർ 24 മണിക്കൂറും ജപം തന്നെയാണ്. അവര് ജപം അല്ലാണ്ട് ഒന്നുമില്ല. അതായത് കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജപാണ്. Okay, so any points or comments? Dile? പ്രഭുജി, Yeah. ഇന്നലെ ജഗത് സാക്ഷി പ്രഭുവിന്റെ ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മള് വളരെ ചുരുക്കമാണ് നമ്മള് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നത് ഭഗവാനിന് വേണ്ടിയിട്ട്. ആ ചെയ്യുന്ന സമയത്ത് കൂടെ നമ്മുടെ മനസ്സ് പാരലലി നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നതെന്നാണ് ഇന്നലെ ജഗത് സാക്ഷി പ്രഭു പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. കാണിച്ചാൽ നമ്മൾ 2 മണിക്കൂർ ചാൻഡ് ചെയ്യുന്നു. പക്ഷെ 2 മണിക്കൂർ ചാൻഡ് ചെയ്ത് എപ്പോഴാണ് കഴിഞ്ഞത്? കാരണം നമ്മളൊരു വലിയൊരു ഒരു യാത്രക്ക് പോയിരിക്കുകയാണ് നമ്മുടെ മനസ്സുമായിട്ട്. പല സ്ഥലത്തും പോയി, എവിടെല്ലാം പോയി അറിയോ? ലണ്ടനിൽ പോയി, അമേരിക്കയിൽ പോയി, ഇന്ത്യയിൽ പോയി, ഗാർഡനിൽ പോയി, അവിടെ പോയി, ഇവിടെ ഒരു ലീഷർ ടൈം. ദെൻ വി കം ബാക്ക്. 16 മാല ജപിച്ച് കഴിഞ്ഞോ? ശരിയാണ് പ്രഭുജി, അല്ലേ? സോ വി ഹാവ് ടേക്കൺ എ ടൂർ ഓഫ് മെനി പ്ലേസസ് ഓർ മെനി ആക്ടിവിറ്റീസ്. നേരെ പറയൂ. ആ സമയത്താണ് പ്രഭുജി പറഞ്ഞത്, നമ്മുടെ അബ്സോർപ്ഷനെ പറ്റിയും ഗോപീസിന്റെ അബ്സോർപ്ഷനെ പറ്റിയും പറയായിരുന്നു പ്രഭുജി. കമ്പയർ ചെയ്യായിരുന്നു. എത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾക്ക് ഗോപികമാരുടെ ആ ഒരു അപ്രോച്ച്, ആ ഒരു ഇൻവോൾവ്മെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ സാധന ഭക്തിയിൽ കൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ ഇപ്പോ ഈ സമയത്ത്. അപ്പൊ സാധന മീൻസ് എന്താണ്? വൈദ്യ സാധന മീൻസ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ഫോളോയിങ് റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. പതുക്കെ വരണം. അവരെല്ലാം ആ തലത്തിൽ നിന്ന് വിട്ട് രാഗാനുക ഭക്തി, സ്പോണ്ടേനിയസ് വരുന്നതാണ്. ഇപ്പൊ അവർ പറഞ്ഞു തുടങ്ങണ്ടോ, അയ്യോ എന്നെ സമയത്ത് എന്നെ പ്രകാരം ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞു. സ്പോണ്ടേനിയസ് ആണ് അവരെല്ലാം. അപ്പൊ ആ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ആവശ്യമില്ല. ആ ഒരു വ്യത്യാസം. അപ്പൊ നമ്മള് സാധന ഭക്തിയുടെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്. എത്ര തരത്തിലുണ്ട്? എത്ര ഡിവിഷൻ ഉണ്ട്? അത് 3 അറിയോ? ഓർമ്മയുണ്ടോ? യെസ്, രൂപേശ്വരി മാതാജി പറഞ്ഞു കൊടുക്കുക. 3 ടൈപ്പിലുള്ള ഭക്തിയോ? സാധനാ ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി, അതാണ് ഉദ്ദേശിച്ചത് പ്രഭുജി? സാധന ഭക്തി, ഭാവഭക്തി, പ്രേമഭക്തി. നമ്മൾ ഏതാണ് ഫോളോ ചെയ്യുന്നത്? നമ്മള് സാധനാ ഭക്തി. അതിനകത്ത് 2 ടൈപ്പ്, വൈദ്യ സാധന ഭക്തി ആൻഡ് രൂപാനുക ഭക്തിയോ? രാഗാനുക ഭക്തി, സോറി. വൈദ്യസാധന ഭക്തി എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് വേയില് പോകുന്നത്. രാഗാനുക ഭക്തി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് സാധന ഭക്തി. അങ്ങനെയാണ്. അപ്പോ സാധന ഡിവോഷണൽ സർവീസ് ഇൻ പ്രാക്ടീസ്, ഡിവോഷണൽ സർവീസ് ഇൻ എക്സ്റ്റസി ആൻഡ് ഡിവോഷണൽ സർവീസ് ഇൻ ലവ് ഓഫ് ഗോഡ്. അപ്പോ സാധന ഭക്തി, Vaidya sadhana bhakti and bhava bhakti and prema bhakti. Okay. So any other points? Sujay Gaurachandra Prabhu, anything to contribute? Prabhuji, ഇവിടെ ഇല്ല. അവിടെ ഇല്ലേ? സോറി, അവിടെ ഇല്ലേ? പ്രഭു ഇല്ലേ അവിടെ? ഇല്ല പ്രഭുജി, കോളിലാണ്. അച്ഛാ, ഓക്കെ.
സോ സന്തോഷ് പ്രഭു, രവി പ്രഭു എന്തെങ്കിലും ഉണ്ടോ? ഭാവഭക്തി പറയുന്നത് ഡിവോഷണൽ സർവീസ് ഇൻ എക്സ്റ്റസി. മറ്റേത് ലവ് ഓഫ് ഗോഡ്, പ്രേമഭക്തി. അതായത് പ്രേമഭക്തിയുടെ ഒരു പ്രിലിമിനറി സ്റ്റേജ് ആണത് ഭാവഭക്തി. നമ്മൾ ഈ അഷ്ടാംഗയോഗത്തിൽ പറയുന്നല്ലോ, അല്ല അഷ്ടാംഗയോഗത്തില്ല, അതില് what 9 ladders നവവിധ ഭക്തികളിലെ അല്ലേ? അല്ല, വേറെ 9 ladders. ശ്രദ്ധ, ആദോ ശ്രദ്ധ, അസാധു സംഘ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ, പ്രേമ. ഭാവ, പ്രേമ. അതാണ്. മറ്റതെല്ലാം അതൊരു ഭാവ വരെ വരുന്നതെല്ലാം റെഗുലേറ്റഡ് ആണ്. സാധന കൊണ്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ് ഭാവ. ആ ഭാവ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പ്രേമ. ആൻഡ് പ്രേമത്തിലും ഇനി ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ ഈ പ്രേമഭക്തിയിൽ എത്തണ്ടേ ഓരോ സ്റ്റെപ്സും ആദ്യം നമ്മൾ ഭക്തി കഴിഞ്ഞിട്ട് ഭാവഭക്തിയിലേക്ക് എത്തി, പിന്നെ പ്രേമഭക്തിയിൽ അങ്ങനെ എത്തണ്ടേ? യെസ്, എത്തണം. അതിനാണ് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നവവിധ ഭക്തി പ്രാക്ടീസ് തന്നെ ഇറ്റ്സ് എ പ്രോഗ്രസീവ് സ്റ്റെപ്പ് ടുവേർഡ്സ് അറ്റൈനിങ് പ്രേമ. ദാറ്റ് മീൻസ് ലവ് ഓഫ് ഗോഡ്, കൃഷ്ണ പ്രേമ. അതാണ് ഉദ്ദേശം. പക്ഷെ സാധനാഭക്തിയും ഭാവഭക്തിയും തമ്മിൽ വലിയ ഡിസ് വരുന്നില്ലല്ലോ. ഓക്കെ, അവിടെ വർക്ക് വരുന്നുണ്ട് സാധനാഭക്തിയില്, എന്നാലും ഭാവഭക്തി ഉണ്ട് അതിന്റെ കൂടെ. എങ്ങനെ ഈ സാധനഭക്തി എത്തുന്ന വെച്ചാൽ, ആദ്യം ആദോ ശ്രദ്ധ, ആദ്യം ഫെയ്ത്ത് വേണം. എന്താണ് അത് ഭാവനയല്ലേ? ഓക്കെ, അത് സാധനയാണ്, അതൊക്കെ സാധന. ആദോ ശ്രദ്ധ. പിന്നെ എങ്ങനെ ആ ശ്രദ്ധയെ നമുക്ക് എങ്ങനെ കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കാൻ പറ്റും? ഇപ്പൊ ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ വി ആർ നോട്ട് സ്ട്രോങ് ഇനഫ്. ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് സ്ട്രോങ്? ഭജനക്രിയ അല്ല, സാധു സംഘ, അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്. അപ്പൊ നമ്മള് സത്സംഗം കൂടുമ്പോ എന്ത് ചെയ്യുന്നു? ഭജനക്രിയ ചെയ്യുന്നു. ഓക്കെ, ഭജനക്രിയ ചെയ്ത് അതിന്റെ റിസൾട്ട് എന്താ? നമ്മുടെ അനർത്ഥങ്ങളെല്ലാം മാറിപ്പോകുന്നു. പതുക്കെ പതുക്കെ അനർത്ഥങ്ങളൊക്കെ ഓരോ സ്റ്റേജ് ആണ്. So it takes long time. Not the ഒരു ദിവസം ചെയ്ത് അനർത്ഥങ്ങൾ കംപ്ലീറ്റ് പോയി. It may take long. Depends how far we are greedy to progress ourselves. Okay. അപ്പൊ അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നിഷ്ഠ. നമ്മളൊരു നിഷ്ഠയിലെത്തും, ഒരു ഡിറ്റർമിനേഷൻ. ഓക്കെ, നമ്മളൊരു പക്വതയിലെത്തും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയും? രുചി. അപ്പൊ അതിനൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആസക്തി, അറ്റാച്ച്മെന്റ്. നമുക്കത് വിട്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു അഡിക്ഷൻ പോലെയാണത്, ഇല്ലേ? ചില ആൾക്കാർക്ക് ചില ഡ്രഗ്സ് ഒക്കെ കഴിച്ചാൽ അഡിക്ഷൻ, ദേ കനോട്ട് ലീവ് ഇറ്റ് വിതൗട്ട് ദാറ്റ്, ഇറ്റ്സ് ഗോൺ. അതേപോലെ ഈ ഭഗവാന്റെ ആ ഇത് കിട്ടുമ്പോ പിന്നെ ഒരു അഡിക്ഷൻ, ആസക്തി. അത് വിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര ധനം തന്നാലും ശരി, എന്ത് സ്വർണം തന്നാലും ശരി, ഇത് വിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ആസക്തി. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെയാണ് ഭാവം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രേമ. അപ്പൊ നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ ഈസ് ടു ഗെറ്റ് കൃഷ്ണ പ്രേമ. സോ ദീസ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓർ റങ്സ് ഓഫ് ദ ലാഡർ, സ്ലോലി ആൻഡ് ഗ്രാജുവലി. ഓക്കെ, പിന്നെ കൃഷ്ണ പ്രേമം കിട്ടിക്കഴിഞ്ഞാൽ then do we stop all these things? No. ഓക്കെ, നമ്മൾ ഗോളിലെത്തി. നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ വിടുവോ? ഇല്ല. അപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യും, അപ്പോഴും നമ്മള് ഭജനക്രിയ ചെയ്യും, ഗ്ലോറിഫിക്കേഷൻ ചെയ്യും, എല്ലാം ചെയ്യും. സോ ദിസ് വിൽ ഗോയിങ് ഓൺ. സോ ഇറ്റ് ഈസ് ദ മീൻസ് ആൻഡ് ദ എൻഡ്. സോ ഗോൾ ഈസ് ആൾസോ സെയിം, കൃഷ്ണ പ്രേമ ഓൺലി. അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, ഇനിയെല്ലാം ഞാൻ എത്തി, എനിക്കൊന്നും വേണ്ടെന്നല്ല. സോ നമ്മൾ ഇവിടെ ചാൻഡ് ചെയ്യണ്ടേ. കുറെ ഡിസൈബിൾസ് റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, what is the purpose of your chanting? What is means? What is the goal of your chanting? എന്താണ് നിങ്ങളുടെ ഈ ചാൻഡിങ്ങിന്റെ ലക്ഷ്യം എന്താണ്? അപ്പൊ എന്താ പ്രഭു ആൻസർ പറഞ്ഞറിയോ? എന്തായിരിക്കും?
What is the goal or purpose of your chanting? Prabhupada, more chanting. More chanting. That is the purpose. So always remember Krishna, never forget Krishna. എന്താണ് ശ്ലോക? അറിയോ? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സർവേ വിധി നിഷേധസ്യു മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുചിത് സർവേ വിധി നിഷേധസ്യോർ ഏതയോരേവ കിങ്കര. ഏതയോർ എവ കിങ്കര. ഓർമ്മയില്ലേ ശ്ലോകം? ജിഷ നിഷ മാതാജീസ് എഴുതിയിട്ടുള്ളൂ. സ്മർത്തവ്യം സ്മർത്തവ്യം സതതം സതതം വിഷ്ണോർ വിഷ്ണോർ വിസ്മർത്തവ്യം. നെക്സ്റ്റ് വിസ്മർത്തവ്യം ന ന ജാതു ജിത്. ജാതു ജിത്. ജാതു ജിത്ത് ചിത്ത് അറിയില്ല. ജാതു ജിത്ത് ആയി. വിസ്മർത്തവ്യം ന ജാതു ജിത്ത്. അതിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി കൺഫേം ചെയ്യണേ. ജിത്താണോ ചിത്ത് ഓർമ്മയില്ല. ഓക്കെ. വാട്ട് ഇസ് ദാറ്റ്? സ്മർത്തവ്യം സതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതു ജിത്. സർവേ വിധി നിഷേധാസ്യൂർ. സർവേ വിധി നിഷേധാസ്യൂർ. SYUR. ഏതയോർ ഏവ കിങ്കര. ഇത് ഏതിലത്തെ പ്രഭു? ഇത് ഏതൊക്കെ എനിക്ക് പത്മപുരാണ തോന്നിക്ക് എക്സാക്ട്ലി ഓർമ്മ ചെക്ക് ചെയ്ത് പറയാം മാതാജി. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സ്മർത്തവ്യം സതതം വിഷ്ണു. ആൾവേസ് റിമെമ്പർ കൃഷ്ണ. എന്താ കൃഷ്ണ പറഞ്ഞാൽ കൃഷ്ണ ഈസ് ദ ഒറിജിൻ ഓഫ് വിഷ്ണു. ട്രാൻസ്ലേഷൻ അങ്ങനെയാണ്. സ്മർത്തവ്യം ആൾവേസ് റിമെമ്പർ കൃഷ്ണ. വിസ്മർത്തവ്യം ന ജാതു. നെവർ ഫോർഗെറ്റ് കൃഷ്ണ. These two principles are the basis of all the rules and regulations, all the scriptures. Sarve vidhi nishedhasyur. Vidhi and nishedha, rules and regulation. Okay. Etayor eva kinkara. Kinkara എന്ന് പറഞ്ഞാൽ എന്താണ്? കിങ്കര slave. Kim kara, what can I do for you? About these two principles are the main for all the Vedic literatures. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ വേദിക് ലിറ്ററേച്ചർ വായിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എല്ലാ വേദങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഈ രണ്ട് പ്രിൻസിപ്പിൾസ്, രണ്ട് സിദ്ധാന്തത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, ആധാരമാക്കിയിട്ടാണ്. അതാണ് അതിന്റെ സമം പോണം. ഇറ്റ്സ് എ ക്രാക്സ്. Okay. Always remember Krishna, never forget Krishna. So all the Vedic literature is based on these two principles. പ്രഭുജി, ഈ സമം പോണം എന്നുള്ളത് സംസ്കൃത് ആണോ പ്രഭുജി? അല്ല, ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ആണ്. എനിക്ക് അത് കുട്ടികളുടെ അടുത്ത് എനിക്ക് ഡൗട്ട് ആയി പ്രഭുജി. സംസ്കൃത് ആണോ വിചാരിച്ചു. സമം പോണം അല്ലേ? ഓക്കെ. കണ്ടൻസ് എന്നുള്ള മീനിങ് അല്ലേ? യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് ഒക്കെ നമുക്ക് കേൾക്കാത്തതാണ്. So it is very nice if you read Prabhupada's books, you'll get many such words. Okay, അപ്പൊ മനസ്സിലായോ? But this is also very good ശ്ലോക. അപ്പൊ ഒരിക്കലും നമ്മള് ഭഗവാൻ കൃഷ്ണനെ മറക്കാൻ പാടില്ല. എപ്പോഴും നമ്മള് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. ഈ രണ്ട് സിദ്ധാന്തങ്ങളാണ് എല്ലാ ശാസ്ത്രത്തിന്റെയും സാരം, അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാജി. ഇത് പത്മപുരാണം എടുത്താണ് പ്രഭുജി. പത്മപുരാണം. യെസ്. സോ ഒരു ശ്ലോകം കൂടി വായിക്കാം. 6.19. यथा दीपो निबाधस्थो
നൻഗതേ സോപമാസ്മൃത യോഗിനോ യദചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. ദീപ്തിമതി മാതാജി വായിക്കോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യഥാ ദീപോ നിവാതസ്ഥോ നിൻഗതേ സോപമാ സ്മൃതാ യോഗിനോ യതചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. രൂപേശ്വരി മാതാജി ട്രാൻസ്ലേഷൻ. പ്രഭുജി നിച്ചു വിൽ റീഡ്. പ്രഭു ഇവിടെ ഒരാളും റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ എന്നാ As a lamp in wilderness, place those not waves, so the transcendentalist whose mind is controlled remains also steady, always steady in his meditation on the transcendental self. Parth, you want to read? പാർത്ഥന്റെ അച്ഛനാണ് പ്രഭു. അത് ശരി, ഞാൻ പാർത്താണെന്ന് വിചാരിച്ചു. ഓക്കെ, പാർത്ഥന്റെ അച്ഛൻ വായിക്കൂ. കുട്ടി വായിക്കട്ടെ. Hare Krishna, Prabhuji, Mataji. As a lamp in a windless place does not waver, so the transcendentalist whose mind is controlled remains always steady in his meditation on the transcendent self. Okay. So as a lamp in a windless place does not waver. Okay. ഒരു കാറ്റില്ലാത്ത സ്ഥലത്ത് ഒരു ദീപം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാണ്ട് ഒരേ നാളത്തിൽ പോകുന്നു. അതേപോലെ the transcendentalist whose mind is controlled. Okay. ആരുടെ മനസ്സാണോ സംയമനം പാലിച്ചിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും തൻ്റെ വശത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരാളുടെ എന്തായിരിക്കും? റിമെയിൻസ് ഓൾവേസ് സ്റ്റഡി ഇൻ ഹിസ് മെഡിറ്റേഷൻ ഓൺ ദ ട്രാൻസെൻഡന്റ് സെൽഫ്. എവിടെയായിരിക്കും അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സെൽഫിൽ തന്നെ. ഓക്കെ, അപ്പൊ അത് ധ്യാനയോഗത്തിന്റെ ഒരു ഇത് പറയാണ്. സോ എ ട്രൂലി കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ always absorbed in transcendence, in constant undisturbed meditation on his worshipable Lord, is as steady as a lamp in a windless place. അപ്പൊ ഒരു കൃഷ്ണാവബോധത്തില് എല്ലാ സമയത്തും സ്ഥിതി ചെയ്യുന്ന ഒരു ഭക്തന്റെ കാര്യമാണത്. നോട്ട് ഡിസ്റ്റർബ്ഡ്. എന്ത് തന്നെ തൂഫാൻ വന്നാലും ശരി, he will be undisturbed. നമ്മൾ അങ്ങനെ ആയിരിക്കുമോ? പോലെ ആയിരിക്കുന്നു. പല സമയത്തും പ്രഭുപാദ സഞ്ചരിച്ച സമയത്ത് കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ട്. he'll be chanting. കാർ ചില മൈനർ ആക്സിഡന്റ് ഒക്കെ ഉണ്ട് അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ. ബട്ട് ഹീസ് എന്ത് സംഭവിച്ചാലും he'll be there in that position, and he'll be chanting. ഈസ് ബട്ട്ലർ എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതൊക്കെ ആയിട്ട്. പിന്നെ ഘാനയില് സഞ്ചരിക്കുന്ന സമയത്ത് വലിയൊരു വണ്ടിയുടെ പിന്നിൽ ചെന്ന് ഇടിക്കുക എന്തോ ചെയ്തു. ഓക്കെ, എല്ലാവരും പെട്ടെന്ന്, കാരണം പ്രഭുപാതയും കൂടി ഉള്ളതല്ലേ, വളരെ സൂക്ഷിച്ച് വേണ്ടേ, പെട്ടെന്ന് സ്വാമിജിക്ക് വല്ലതും പറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ. ബട്ട് ഹി വാസ് വെരി കാം, സോ കാം, ഒന്നും സംസാരിച്ചില്ല. ഹി വാസ് സ്റ്റാൻഡിങ്, ജസ്റ്റ് ഗോട്ട് ഡൗൺ. അല്ലെങ്കിൽ നമ്മൾ ആകെ പരിഭ്രമിക്കില്ലേ? So this is a person who is on the transcendental platform. ഒരു ഇതുമില്ല. സോ വെരി കാം ഹി വാസ്. അങ്ങനെ ഒരു പല സമയത്തും സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പോണ സമയത്തും ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ. ബട്ട് ഹി ഈസ് വെരി ഇക്വിപ്പോയ്സ്ഡ്. നമ്മളാണ് ആകെ പരിഭ്രമിച്ച എന്താണെന്ന് അറിയാണ്ട്, എസ്പെഷ്യലി when there is a spiritual master with us. അല്ലേ? So that is the symptom of a transcendentalist. എന്തിനു സംഭവിച്ചാലും they will not leave that. ആ ഒരു സംയമനം പാലിക്കാന്നില്ലേ, അതൊന്ന് വ്യതിചലിച്ചിട്ട് ഒരു ടോട്ടലി ഒരു സർപ്രൈസോ അല്ലെങ്കിൽ അസ്റ്റോണിഷ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡീവിയേഷൻ ഫ്രം ദാറ്റ് സ്റ്റാറ്റസ് ഉണ്ടാവില്ല. So this is the sign or symptom of the transcendentalist, totally absorbed. നമുക്ക് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി, പിന്നെ ഉറക്കം വരില്ല. അതിനെപ്പറ്റി തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ അതിന്റെ പ്രോസ് ആൻഡ് കോൺസും നല്ല വശവും ചീത്ത വശവും ഒക്കെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത്. then it will be totally
നൈറ്റ്മെയർ. ശരിക്കും അതൊരു ഡിസ്റ്റർബിങ് ഫാക്ടർ ആയിട്ട് ഒരു ദിവസമല്ല 2 ദിവസമല്ല കുറെ ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് ദാറ്റ് അല്ലെ. ചില കുറെ ദിവസങ്ങളിൽ പോകും, ചിലതൊക്കെ പെട്ടെന്ന് മാറും. അപ്പൊ തന്നെ നമ്മുടെ ഇതാണ്, ഒന്നല്ലെങ്കിൽ നമ്മള് വി ആർ ജസ്റ്റ് what you call worrying about the past, lamenting about worrying about the future, lamenting about the past. ഇതിലാണ് നമ്മുടെ ജീവിതം മുഴുവനും കഴിയുന്നത്. We forget about the present. ഭാവിയെ പറ്റി ദുഃഖിച്ചിട്ടും കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് വ്യാകുലപ്പെട്ടിട്ടും അല്ലേ. ഇതാണ്, this is it. So, okay, so I will stop here and next is 6.20. അപ്പോൾ എല്ലാവരും ക്യാമറ ഓൺ ചെയ്യൂ. സുജയ് ഗൗരചന്ദ്ര പ്രഭു.